വെളിപ്പാട് പുസ്തകം റെവലേഷൻ ചാപ്റ്റർ 17 16 മുതൽ സ്തോത്രം 17-ാം അധ്യായത്തിന്റെ ചാപ്റ്റർ റെവലേഷൻ ചാപ്റ്റർ 16 onwards and 18 ചാപ്റ്റർ 18 up to 3 നമുക്ക് വായിക്കാം. 17-ാം അധ്യായത്തിന്റെ 16 മുതൽ 18-ാം അധ്യായത്തിന്റെ 3 വരെയുള്ള വാക്യം നമുക്ക് വായിക്കാം. നീ കണ്ട 10 കൊമ്പും മൃഗവും വേശ്യയെ ദ്വേഷിച്ച് ശൂന്യവും നഗ്നവുമാക്കി അവളുടെ മാംസം തിന്നുകളയും, അവളെ തീ കൊണ്ട് ദഹിപ്പിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ വചനം നിവൃത്തിയാകുവോളം തന്റെ ഹിതം ചെയ്യുവാനും ഒരേ അഭിപ്രായം നടത്തുവാനും തങ്ങളുടെ രാജ്യത്വം മൃഗത്തിന് കൊടുപ്പാനും ദൈവം അവരുടെ ഹൃദയത്തെ തോന്നിച്ചു. നീ കണ്ട സ്ത്രീയോ ഭൂരാജാക്കന്മാരുടെ മേൽ രാജ്യത്വമുള്ള മഹാനഗരം തന്നെ. അനന്തരം ഞാൻ വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു. അവന്റെ തേജസ്സിനാൽ ഭൂമി പ്രകാശിച്ചു. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത്, വീണുപോയി, മഹതിയാം ബാബിലോൺ വീണുപോയി, ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെയും തടവും അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും തടവുമായി തീർന്നു. അവളുടെ വേശ്യാവൃത്തിയുടെ ക്രോധമദ്യം സകല ജാതികളും കുടിച്ചു. ഭൂമിയിലെ രാജാക്കന്മാർ അവളോട് വേശ്യാസംഗം ചെയ്യുകയും ഭൂമിയിലെ വ്യാപാരികൾ അവളുടെ പുളപ്പിന്റെ ആധിക്യത്താൽ സമ്പന്നരാകുകയും ചെയ്തു. ആമീൻ. 17-ാം അധ്യായം വരെ നാം ലാസ്റ്റ് വരെ ചിന്തിച്ചതാണ്. എന്നാൽ അവിടെ നിന്ന് അല്പം കയറി വേണം ചിന്തിക്കാൻ. അതുകൊണ്ടാണ് 17-ാം അധ്യായത്തിന്റെ 2 വാക്യം കൂടെ ചേർത്ത് വായിച്ചത്. സ്തോത്രം. ഇതിനകത്തെ പരസംഗമെന്നും വേശ്യാവൃത്തി എന്നൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ജീവനുള്ള ദൈവത്തെ വിട്ടുമാറുന്ന ഊമവിഗ്രഹങ്ങളെ ആരാധിക്കുന്ന അവസ്ഥയാണ്. സ്തോത്രം. കർത്താവ് അവരെ കൊണ്ടു നടന്ന് അവരെ എല്ലാ രീതിയിലും പോറ്റി പുലർത്തി വരുമ്പോൾ അവർ സ്തോത്രം ആ സത്യദൈവത്തെ വിട്ടിട്ട് സ്തോത്ര ഊമവിഗ്രഹങ്ങളിലേക്ക്, മ്ലേച്ഛതയിലേക്ക്, അശുദ്ധിയിലേക്ക് പോകുന്ന ഭാഗമാണ്. അതിനാണ് ഈ വേശ്യാവൃത്തി എന്നും മ്ലേച്ഛത എന്നും ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നാം ചിന്തിക്കാനിടയായി. സ്തോത്രം. 16-ാം അധ്യായം നാം ചിന്തിച്ചത് ചാപ്റ്റർ 16. 16-ാം അധ്യായത്തിൽ നാം ചിന്തിച്ചത് ദൈവത്തിന്റെ ക്രോധ കലശം 7 ദൂതന്മാർ ഭൂമിയിൽ, സ്തോത്രം, സമുദ്രത്തിൽ, നദിയിലും നീരുറവകളിലും, സൂര്യനിൽ, എതിർ ക്രിസ്തുവാകുന്ന മൃഗത്തിന്റെ സിംഹാസനത്തിൽ, യൂപ്പർട്ടീസ് എന്ന മഹാനദിയിൽ, പിന്നെ 7-ാമത്തെ ദൂതൻ തന്റെ ക്രോധകലശം ആകാശത്തിലും ഒരിച്ചു. ഇങ്ങനെ ദൈവത്തിന്റെ ന്യായവിധി നടക്കുന്നത് നാം ചിന്തിച്ചു. അത് 6-ാം അധ്യായത്തിലാണ്. അതിനുശേഷം 17, 18 അധ്യായങ്ങൾ ബാബിലോണിന്റെ തകർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. 17-ാം അധ്യായത്തിൽ 7 മലകളുടെ മുകളിൽ അതിമനോഹരമായും ആഡംബരത്തോടും പണിതിരിക്കുന്നതും ദൈവവചനത്തിൽ തന്നിരിക്കുന്ന വിശുദ്ധ പ്രമാണത്തിന് എതിരായിട്ടുള്ള എല്ലാ അന്യാരാധനകളുടെയും വിഗ്രഹങ്ങളുടെയും എല്ലാ മ്ലേച്ഛതകളുടെയും ആഡംബരങ്ങളുടെയും അശുദ്ധിയുടെയും ദൈവത്തോടുള്ള മത്സരത്തിന്റെയും ഉറവിടമായ ബാബിലോൺ എന്ന പട്ടണം, ആ പട്ടണത്തെ ആഡംബരം കൊണ്ട് മ്ലേച്ഛത കൊണ്ടും നിറഞ്ഞ ഒരു സ്ത്രീയോട് ഉപമിച്ചിരിക്കുന്നതായിട്ടാണ് 17-ാം അധ്യായത്തിൽ കാണുന്നത്. അപ്പോൾ സ്ത്രീ എന്ന് ഉപയോഗിച്ചിരിക്കുന്നിടത്തെല്ലാം ബാബിലോൺ പട്ടണമാണ്. ആദ്യമായിട്ട് കേൾക്കുന്നവർക്കൊക്കെ ഇത് എത്ര പെട്ടെന്ന് മനസ്സിലാകത്തില്ല, എങ്കിലും കുറച്ച് കഴിയുമ്പോഴൊക്കെ കുറേയൊക്കെ മനസ്സിലാകും. സ്തോത്രം. ഇത് വെളിപ്പാട് പുസ്തകമായതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ തീരെ വലിയ പരിചയമില്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. അപ്പോൾ ഇവിടെ സ്തോത്രം സ്ത്രീ എന്ന് പറഞ്ഞിരിക്കുന്നത് ബാബിലോൺ പട്ടണത്തെക്കുറിച്ചാണ്. സർവശക്തനും നീതിമാനും വിശുദ്ധനും തേജോമയനുമായ ദൈവത്തോട് എതിർത്ത് നിൽക്കുന്ന സാത്താൻ അല്ലെങ്കിൽ പിശാച് അന്ത്യകാലത്ത് പിശാചിന്റെ പ്രതിരൂപമായ എതിർ ക്രിസ്തുവായി സാത്താൻ ഈ ഭൂമിയിൽ വെളിപ്പെടും. സ്തോത്രം. എന്ന് പറഞ്ഞാൽ സ്തോത്രം, സർവശക്തനായ ദൈവം, സർവത്തിന്റെ സൃഷ്ടാവും ഉടയവനുമായ ദൈവം, സ്തോത്രം, കാലസമ്പൂർണതയിൽ ഈ ലോകത്തിൽ ജഡം ധരിച്ച് യേശുക്രിസ്തുവായി വെളിപ്പെട്ടതുപോലെ പിശാച് തന്റെ അശുദ്ധിയിൽ ത്രിത്വത്തെ, പൈശാചിക ത്രിത്വം വെളിപ്പെടുത്തുകയാണ്. നമ്മൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് പോലെ തന്നെ പൈശാചിക ത്രിത്വം സാത്താൻ, പഴയ പാമ്പും മഹാസർപ്പവും പഴയ പാമ്പുമായ സാത്താൻ, അതുപോലെ തന്നെ സ്തോത്രം
മൃഗമെന്ന് വിളിക്കപ്പെടുന്ന എതിർ ക്രിസ്തു, പിന്നെ കള്ളപ്രവാചകൻ, തൃത്വമായി പൈശാചിക തൃത്വം. അതുപോലെ തന്നെ സ്തോത്രം, യേശുക്രിസ്തു ഭൂമി വെളിപ്പെട്ടതുപോലെ സഭ ഇവിടുന്ന് എടുക്കപ്പെട്ട് കഴിയുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ കാത്തിരിക്കുന്ന മണവാട്ടിയാകുന്ന സഭ എടുത്തു കഴിയുമ്പോൾ പൈശാചികന്റെ പ്രതിരൂപമായ എതിർ ക്രിസ്തു ഈ ഭൂമിയിൽ വെളിപ്പെടും. ആ എതിർ ക്രിസ്തുവാകുന്ന മൃഗത്തിന്റെ മുകളിലാണ് ഈ ബാബേലെ പട്ടണമാകുന്ന സ്ത്രീ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പൈശാചികന്റെ പ്രതിരൂപമാകുന്ന എതിർ ക്രിസ്തുവിന്റെ അതിന്റെ അടിസ്ഥാനത്തിലാണ്, അതിന്റെ പ്രവർത്തനത്തിലാണ്, അതിന്റെ മ്ലേച്ഛതയിലും അശുദ്ധിയിലും അതിന്റെ അനീതിയിലുമാണ് ഈ പട്ടണം ബാബിലോൺ എന്ന പട്ടണം നിലനിൽക്കുന്നത്. ഇതൊക്കെയാണ് നാം ചിന്തിച്ചു വന്നത്. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം, ജനസസ് ചാപ്റ്റർ 11 അധ്യായത്തിൽ ബാബേൽ ഗോപുരം പണിത് ദൈവത്തോട് മത്സരിച്ച് പട്ടണം പണിത് സാത്താന്റെ സിംഹാസനമാക്കി ആരംഭ നാൾ മുതൽ അനേക വിശുദ്ധന്മാരുടെയും യേശുവിന്റെ സാക്ഷികളുടെയും രക്തം കുടിച്ച ബാബേൽ പട്ടണത്തിന്റെ നാശമാണ് 17-ാം അധ്യായത്തിൽ നാം കണ്ടത്. മഹ്ദി പ്ലസ് ബാബിലോൺ, മഹ്ദിയാം ബാബിലോൺ. ഒന്നുകൂടെ മനസ്സിലാക്കാനായി ഇതൊന്നുകൂടെ പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചതാണ്, അതൊന്നുകൂടെ ഗ്രഹിക്കാനാണ് ഇതിങ്ങനെ ഒന്നുകൂടെ പറഞ്ഞു വരുന്നത്. സ്തോത്രം എന്ന് പറഞ്ഞാൽ ആത്മീയമായ ബാബിലോൺ, അത് റോമ പട്ടണത്തെ കുറിച്ചാണ്. റോമ പട്ടണമാണ് 7 മലയുടെ സപ്തഗിരിയുടെ സ്തോത്രം മുകളിൽ പണിഞ്ഞിരിക്കുന്നതാ, 7 മലയുടെ മുകളിൽ പണിഞ്ഞിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പട്ടണമാണ്. അവിടെയാണ് ആത്മീയമായി സർവമ്ലേച്ഛതയുമായിട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അന്ത്യകാലത്തെ എതിർ ക്രിസ്തുവിന്റെ 7 വർഷത്തെ ഭരണകാലത്തെ, ലോകത്തിലെ അന്ത്യകാലത്തെ എതിർ ക്രിസ്തുവിന്റെ 7 വർഷത്തെ ഭരണകാലത്ത് ലോകത്തിലെ ഒരേ അഭിപ്രായമുള്ള 10 രാജാക്കന്മാർ തങ്ങളുടെ ശക്തിയും അധികാരവും മൃഗമെന്ന് ബൈബിൾ വിളിച്ചിരിക്കുന്ന എതിർ ക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുക്കും. എന്ന് പറഞ്ഞാൽ ദൈവസഭ ഇപ്പോൾ സത്യത്തിലും വിശുദ്ധിയിലും ആത്മാവിലും കണ്ണുനീരോടെ ആത്മാർത്ഥതയോടെ സർവശക്തനായ കർത്താവിനെ സേവിക്കുന്ന ആരാധിക്കുന്ന ദൈവസഭ ആ പരിശുദ്ധാത്മാവിടെ നെടുക്കപ്പെട്ട് കഴിയുമ്പോൾ എതിർ ക്രിസ്തുവിടെ വെളിപ്പെടും. ആ എതിർ ക്രിസ്തു വെളിപ്പെടുമ്പോൾ ഈ ലോകത്തിലെ സമ്പൽ സമൃദ്ധതയും ഒക്കെയുള്ള 10 രാജാക്കന്മാർ, 10 രാജ്യത്തിന്റെ രാജാക്കന്മാർ, അവർ ഒരേ അഭിപ്രായമുള്ളവരായി എതിർ ക്രിസ്തുവിന് ആ രാജാക്കന്മാർ അധികാരവും ശക്തിയും കൊടുക്കും. എന്നിട്ട് എതിർ ക്രിസ്തു 7 വർഷക്കാലം ഇവിടെ ഭരിക്കും. ആ രാജാക്കന്മാർ ഒരേ അഭിപ്രായമുള്ളവരാ. ആ രാജാക്കന്മാർ എല്ലാം കുഞ്ഞാടിനോട് പോരാടും. ഞാൻ പറയുന്ന വാക്യമില്ല ഇതിനകത്തുള്ളതാ. 14-ാം വാക്യം നോക്കിക്കേ, 14 വാക്യം. അവർ കുഞ്ഞാടിനോട് പോരാടും, താൻ കർത്താതികർത്താവും രാജാതിരാജാവും ആയതുകൊണ്ട് കുഞ്ഞാട് തന്നോടുകൂടെയുള്ള വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെന്ത് ചെയ്യും? ജയിക്കും. അപ്പം ഈ 10 രാജാക്കന്മാർ എതിർ ക്രിസ്തുവിന് ശക്തിയും ബലവും കൊടുത്തിട്ട് ആ മുന്നിൽ എതിർ ക്രിസ്തുവായി നിന്നുകൊണ്ട് 10 രാജാക്കന്മാരുടെ ശക്തിയും ബലവും അതിന് കൊടുത്ത് കർത്താവായ യേശു ക്രിസ്തുവിനോട് പോരാടും, കുഞ്ഞാടിനോട് പോരാടും. സ്തോത്രം. ലോകമെങ്ങും സ്തോത്രം ജനത്തെ ദൈവത്തോടെ അടുപ്പിക്കാത്തതും ജനത്തെ ദുരുപദേശത്തിലും അന്യാരാധനയിലും മ്ലേച്ഛതയിലേക്കും വശീകരിച്ചു കൊണ്ടുപോകുന്ന വ്യാപാരമാണ് ബാബുലോണ്യ മതം എന്നറിയപ്പെടുന്ന ഈ മതം. എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പറയാം, നമ്മളെ ആയിരിക്കും ഇത് നമ്മുടെ ഇതൊക്കെ അങ്ങ് ബാബിലോണിലാണല്ലോ നടക്കുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അല്ല, നമ്മൾ പാർക്കുന്ന പട്ടണത്തിലുണ്ട്, നമ്മൾ പാർക്കുന്ന സ്ഥലത്തുണ്ട്. അത് കേരളമാകട്ടെ, ലോകത്തിലെല്ലായിടത്തും ഈ പിശാച് വ്യാപരിച്ച് ഈ ദുരുപദേശം, അതായത് സ്തോത്രം ജനത്തെ ദൈവത്തോട് അടുപ്പിക്കാതെ വണ്ണം, അഥവാ ആരെങ്കിലും അടുത്ത് വന്നാൽ ഏതെങ്കിലും കഷ്ടതയുടെയോ ബുദ്ധിമുട്ടിന്റെയോ അടുക്കൽ ആ അവസ്ഥയിൽ അവർ ദൈവത്തോട് അടുത്തു വന്നാൽ അവരെ സത്യാരാധനയിലേക്ക് വിടാതെ ഏതെങ്കിലും വിധത്തിൽ വശീകരിച്ച് ദുരുപദേശത്തില് അല്ലെങ്കിൽ
അന്യാരാധനയിലേക്ക്, അല്ലെങ്കിൽ വിഗ്രഹാരാധന, മ്ലേച്ഛതയിലേക്ക് വശീകരിച്ചു കൊണ്ടുപോകുന്ന വ്യാപാരമാണ് ഈ ബാബിലോണിയ മതം. സ്തോത്രം. നമ്മൾ നമ്മുടെ ദേശത്തുണ്ടോ എന്ന് നമ്മൾ പെട്ടെന്ന് മനസ്സിലൊന്ന് കണ്ണോടിച്ച്, ഈ ബാബിലോണിയ മതം, ഈ ദുരുപദേശം, ഈ മ്ലേച്ഛത നമ്മുടെ നാട്ടിലുണ്ടോ? നിങ്ങൾ കണ്ടിട്ടില്ലേ? നല്ല കുപ്പായമൊക്കെ ഇട്ട് വളരെ ശ്രേഷ്ഠന്മാരായിരിക്കുന്നവർ തുലാഭാരം നടത്തുന്നത്. ഒരു തട്ടിയിൽ കുറെ ഏത്തക്കൊലയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കയറ്റി വെച്ചിട്ട് തുലാഭാരം നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇപ്പോൾ കഴിഞ്ഞ ഓണത്തിന് ദേവാലയത്തിന്റെ മുമ്പിലോ അതിന്റെ മുമ്പിൽ അത്തപ്പൂട്ട് അതിന്റെ മുമ്പിൽ പാട്ടുപാടുന്നത് കണ്ടിട്ടില്ലേ? കന്യാസ്ത്രീ ദൈവനാമത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ടവർ അതിന്റെ മുമ്പിൽ അന്യദേവന്റെ പാട്ടുപാടി മഹത്വപ്പെടുത്തുന്നതിനെ, ആ ദേവനെ മഹത്വപ്പെടുത്തുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? വിശുദ്ധന്മാരെ ആരാധിക്കുന്നു, വിഗ്രഹാരാധനയിലേക്ക് നമ്മളെ പ്രേരിപ്പിച്ചു കൊണ്ടുപോകുന്നു. നേർച്ചയിടുവാൻ, പൂജ ചെയ്യുവാൻ, ഇതെല്ലാം നമ്മെ പ്രേരിപ്പിച്ചു കൊണ്ടുപോകുന്നു. സ്തോത്രം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പള്ളികളിൽ കോരിയെ വെട്ടും, സ്തോത്രം, പിന്നെ ആരെ എഴുന്നള്ളിക്കും. ഇതെല്ലാം ബാബിലോണിയ മതത്തിന്റെ വ്യാപാരമാണ്, പിശാചിന്റെ അന്യാരാധനയുടെ വ്യാപാരമാണ്. സ്തോത്രം. അപ്പം അത് നാം ഗ്രഹിക്കണം. അപ്പൊ ഇതാണ് പിശാച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിലെല്ലാം ഉണ്ടിത്. എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിന്റെ അവസാനമാകുമ്പോൾ, അതിന് 7 വർഷമാകുമ്പോൾ, കുഞ്ഞാടിന്റെ ശക്തിയാൽ പരാജയപ്പെട്ട ആ 10 നമ്മൾ മുമ്പേ വായിച്ചു. അവർ കുഞ്ഞാടിനോട് പോരാടും, അവൻ കർത്താതി കർത്താവും രാജാതി രാജാവും ആകൊണ്ടും തന്നോട് കൂടെയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമായ വിശുദ്ധ ജനം, അത് നമ്മൾ അന്ന് കർത്താവിനോടൊപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന കാര്യമാണ്. അങ്ങനെ നമ്മൾ ഈ പിശാചിനോട്, ഈ എതിർ ക്രിസ്തുവിനോട് പോരാടും, അവൻ പരാജയപ്പെട്ടു പോകും. അങ്ങനെ എതിർ ക്രിസ്തുവിന്റെ ലാസ്റ്റ് സമയമാകുമ്പോൾ കുഞ്ഞാടിന്റെ ശക്തിയാൽ പരാജയപ്പെട്ട ഈ 10 രാജാക്കന്മാരും എന്ത് ചെയ്യുമെന്നറിയാമോ? അതുവരെ ഉയർത്തിപ്പിടിച്ച ഈ സ്ത്രീ എന്ന് പറഞ്ഞ പട്ടണം, മ്ലേച്ഛതയ്ക്ക് ചുക്കാൻ പിടിച്ച, എല്ലാ മ്ലേച്ഛതയ്ക്ക് ചുക്കാൻ പിടിച്ച ഈ 10 രാജാക്കന്മാരും എന്ത് ചെയ്യും? ഈ പട്ടണത്തോട് എതിർക്കും, പട്ടണത്തെ എന്ത് ചെയ്യും? ദ്വേഷിച്ച് ശൂന്യമാക്കും. അതല്ലേ വായിച്ചത്? സ്തോത്രം. അതിന്റെ 16ാമത്തെ വാക്യം നോക്കിയ 17:16, 17 chapter 17 verse 16. നീ കണ്ട 10 കൊമ്പും മൃഗവും വേശ്യയെ ദ്വേഷിച്ച്, കേട്ടോ, വേശ്യയെ ദ്വേഷിച്ച് ശൂന്യവും നഗ്നവുമാക്കി അവളുടെ മാംസം തിന്നുകളയും, അവളെ തീ കൊണ്ട് ദഹിപ്പിക്കുകയും ചെയ്യും. കണ്ടോ? അവൾ മാംസം തിന്നുകളയും എന്ന് പറഞ്ഞാൽ അവളുടെ ആ പട്ടണത്തിന്റെ പുഷ്ടി, ആ പട്ടണത്തെ കൊള്ളയടിക്കും. ആര് ഉയർത്തി നിർത്തിയോ ആ രാജാക്കന്മാർ തന്നെ ഈ സ്ത്രീ എന്ന് ഉദ്ദേശിക്കുന്നത് ബാബേൽ പട്ടണത്തെ കുറിച്ചാണ്. അതിനെന്ത് ഉദ്ദേശിക്കും? സ്തോത്രം. അതാണ്. അങ്ങനെ വ്യാജ മതത്തിന് എന്ത് ചെയ്യും? മതത്തിന്റെയും അശുദ്ധിയുടെയും മ്ലേച്ഛതയുടെയും ആസ്ഥാനമായ ബാബിലോൺ മതം ന്യായവിധിക്ക് ഇരയായിത്തീരും. ഈ രാജാക്കന്മാരാൽ തന്നെ അതിന്റെ ന്യായവിധി വരും. സ്തോത്രം. അങ്ങനെ 17ാം അധ്യായം അവസാനിച്ചു. അതാണ് നമ്മൾ കണ്ടത്. ഇനി 18ാം അധ്യായത്തിലേക്കാണ് വരുന്നത്. ഇങ്ങനെ അവസാനിച്ചെങ്കിലും 18ാം അധ്യായത്തിലേക്ക് വരികയാണ്. ഇങ്ങനെ ഇതൊക്കെ അന്ത്യകാലത്ത് സംഭവിക്കുന്ന, എന്നാൽ നമ്മൾ ഇതിനകത്ത് അറിഞ്ഞിരിക്കണം. ഇത് ഇങ്ങനെ സംഭവിച്ചെങ്കിലും ഈ ബാബിലോണിയ, ഈ മതം, വ്യാജ മതം, എതിർ ക്രിസ്തുവിന്റെ മതം, അല്ലെങ്കിൽ സ്തോത്രം വേശ്യയിരിക്കുന്ന മഹദിയ ബാബിലോൺ, എതിർ ക്രിസ്തുവിന്റെ മണവാട്ടിയാകുന്ന മതം, അത് നശിക്കും. അത് നശിച്ചാലും പിശാച് തോറ്റുകൊടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ട് 18ാം അധ്യായത്തിന്റെ 7ാം വാക്യം ആദ്യം വായിച്ചു നോക്കിയേ. 18ാം അധ്യായം chapter 18 verse 7 വായിച്ചേ. അവൾ തന്നെത്താൻ മഹത്വപ്പെടുത്തി പുളിച്ചിടത്തോളം അവൾക്ക് പീഡയും ദുഃഖവും കൊടുപ്പേ. രാജ്ഞിയായിട്ട് ഞാൻ ഇരിക്കുന്നു, ഞാൻ വിധവയല്ല, ദുഃഖം കാണുകയുമില്ല എന്ന് അവൾ ഹൃദയം കൊണ്ട് പറയുന്നു. സ്തോത്രം. അപ്പൊ നോക്കണം, അവൾ എന്ത് ചെയ്തു? അവള് പറയുന്നു, രാജ്ഞിയായിട്ട് ഞാൻ ഇരിക്കുന്നു, ഞാൻ വിധവയല്ല.
ദുഃഖം കാണുകയില്ല. അപ്പൊ അവളുടെ ശക്തി ഒരു ഭാഗം ക്ഷയിച്ചു. അവരുടെ വ്യാജ മതത്തിന്റെ പിന്നിൽ നമുക്കറിയാം, ഇപ്പൊ ഇന്ത്യ ഭരിക്കുന്ന മോഡി ഗവൺമെന്റ്, നമുക്കറിയാം ജാതി പറഞ്ഞു മാത്രം ഭരണത്തിൽ കയറിയതാ. സ്വത്രം പശുവിനെ ആരാധിക്കുന്നതും കണ്ണി കണ്ടതിനെ ആരാധിക്കുന്ന വ്യവസ്ഥ വർത്ത് സ്വത്രം രാമക്ഷേത്രം പണിയാം എന്നൊക്കെ പറഞ്ഞ് വ്യാജം പറഞ്ഞ് കയറിയതാ. ഇതുപോലെ ഈ സർവശക്തനായ കർത്താവ് അതിന്റെ കുഞ്ഞാടിന്റെ ശക്തിയും അവനോടുള്ള വിശുദ്ധന്മാരോടുകൂടെ ചേർന്ന് അതിനെ തകർത്തപ്പോൾ പിശാച് തോറ്റുകൊടുക്കാൻ തയ്യാറല്ല. അത് പറയുകയാണ്, ഞാൻ വിധവയല്ല, ഞാൻ രാജ്ഞിയായിട്ട് ഞാൻ വിധവയല്ല, ദുഃഖം കാണുകയില്ല എന്ന് അവൾ എന്ത് ചെയ്യും? ഹൃദയം കൊണ്ട് പറയുന്നു. അങ്ങനെ അവൾ പുതിയ പരിപാടിയിലേക്ക് തുടങ്ങുകയാണ്. അതാണ് 18-ാം അധ്യായം. അതെന്താണ്? അവളുടെ ശക്തി കൊണ്ട് സ്വത്രം എന്ത് ചെയ്തു? വ്യാപാര ശക്തിയുടെ നേരെ അവൾ എന്ത് ചെയ്തു? സ്വത്രം ദൈവത്തിന്റെ ന്യായവിധിയാണ്. സ്വത്രം ഇവളുടെ ആ വ്യാപാര ശക്തി വർദ്ധിപ്പിച്ച് വീണ്ടും രാജാക്കന്മാരെ, ലോകത്തിലുള്ള സകല രാജാക്കന്മാരെയും വാണിജ്യത്തിലേക്ക് വീണ്ടും കൊണ്ടുവരികയാണ്. സ്വത്രം സകലതും വിറ്റഴിക്കുന്ന വാണിജ്യ സ്ഥലമായി ഇതിനെ വേർതിരിക്കുകയാണ്. വേർതിരിച്ചിട്ട് വീണ്ടും അവൾ ഒന്ന് നിലനിൽക്കാൻ ശ്രമിക്കുകയാണ്. അതാണ് 18-ാം അധ്യായത്തിൽ. സ്വത്രം യേശുക്രിസ്തു സ്വത്രം രഹസ്യമായി കള്ളൻ വരുന്നത് പോലെ നനയ്ക്കാത്ത സമയത്ത് വന്ന് തന്റെ മണവാട്ടി സഭയെ ചേർത്തതിന് ശേഷം 7 വർഷം എതിർ ക്രിസ്തുവിടെ ഭരിക്കും. ആ സമയത്ത് ദൈവത്തിന്റെ ന്യായവിധിയും എതിർ ക്രിസ്തുവിന്റെ പീഡനകാലവുമാണ്. അതാണ് നാം 6-ാം അധ്യായം മുതൽ നാം കണ്ടുവരുന്നത്. സ്തോത്രം. ഇനി നിങ്ങൾ അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യം വീണ്ടും നമുക്ക് വായിക്കാം. 18-ന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യം. അനന്തരം ഞാൻ വലിയ അധികാരമുള്ള മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു. അവന്റെ തേജസ്സിനാൽ ഭൂമി പ്രകാശിച്ചു. അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത്, വീണുപോയി, മഹദിയാം ബാബിലോൺ വീണുപോയി, ദുർഭൂതങ്ങളുടെ പാർപ്പിടവും സകല അശുദ്ധാത്മാക്കളുടെയും തടവും അശുദ്ധിയും അറപ്പുമുള്ള സകല പക്ഷികളുടെയും തടവുമായി തീർന്നു. അവിടെ വേശ്യാവൃത്തിയുടെ ക്രോധമദ്യം സകല ജാതികളും കുടിച്ചു. ഭൂമിയിലെ രാജാക്കന്മാർ അവളോട് വേശ്യാസംഗം ചെയ്യുകയും ഭൂമിയിലെ വ്യാപാരികൾ അവരുടെ പുളപ്പിന്റെ ആധിക്യത്താൽ സമ്പന്നരാകുകയും ചെയ്തു. അപ്പോൾ ഇത് വ്യാപാര മേഖലയിലേക്ക് കയറുകയാണ്. ലോക രാഷ്ട്രങ്ങളെ വശീകരിക്കാൻ. നമുക്കറിയാം, ലോകത്തെ വശീകരിക്കാൻ 2 മാർഗമാണ്. ഒന്ന് മതം, മറ്റൊന്ന് ബിസിനസ്സാണ്, സമ്പൽ സമൃദ്ധിയാണ്. ഇവിടെ നോക്കണം, ദൈവസന്നിധിയിൽ വലിയ അധികാരമുള്ള ദൂതന്മാരുണ്ട്. വലിയ അധികാരമുള്ള നോക്കണം, ഭൂമിയെ പ്രകാശിപ്പിക്കാൻ തക്കവണ്ണം തേജസ്സുള്ള ദൂതന്മാർ. ഭൂമിയെ പ്രകാശിപ്പിക്കാൻ തക്കവണ്ണം തേജസ്സുള്ള ദൂതന്മാരുണ്ടെന്ന്. സ്തോത്രം. ഇതൊക്കെ നമ്മൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവൂടാ, ആ സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു അറിവാ. അപ്പൊ 2-ാമത്തെ വാക്യം നോക്കണം. അങ്ങനെ ഒരു ദൂതൻ എന്ത് ചെയ്തു? ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു. എന്താ പറഞ്ഞേ? വീണുപോയി, മഹദിയാം ബാബിലോൺ വീണുപോയി. സ്തോത്രം. സത്യത്തിൽ സ്തോത്രം, ഇത് യഥാർത്ഥമായി ഇറാഖിലെ ബാബിലോൺ സ്തോത്രം ഗോപുരം, അല്ലെങ്കിൽ ബാബേൽ ഗോപുരം പണിഞ്ഞ ആ ബാബിലോൺ പട്ടണമാണ്. ഇതൊരു വചനത്തിന്റെ നിവൃത്തിയാണ്. നമ്മൾ പഠിച്ചു വന്നപ്പോൾ 14-ാം അധ്യായം നിങ്ങൾ എടുത്ത് നോക്കിയേ. 14 ചാപ്റ്റർ 14 വേഴ്സ് 8 നോക്കിയേ. അതിന്റെ നിവൃത്തിയാണ് ഇവിടെ സംഭവിക്കുന്നത്. രണ്ടാമത് വേറൊരു ദൂതൻ പിൻചെന്നു, വീണുപോയി, തന്റെ ദുർനടപ്പിന്റെ ക്രോധമദ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹദിയാം ബാബിലോൺ വീണുപോയി എന്ന് പറഞ്ഞു. അന്ന് അത് ദൂതൻ ദർശനം കണ്ടെങ്കിൽ ഇവിടെ നിവൃത്തിയാകുകയാണ്. സ്തോത്രം. ഇവിടെ 2 പ്രാവശ്യം വീണുപോയി എന്ന് ആവർത്തിച്ച് പറയുന്നത് കാര്യത്തിന്റെ ഉറപ്പിനെ കാണിക്കുകയാണ്. സ്തോത്രം. തുടർന്ന് 3 കാര്യം ബാബിലോണിനെ കുറിച്ച് പറയുകയാണ്. 3 കാര്യം. നീക്ക് ഒന്ന് നോക്കിയേ. 1 ദുർഭൂതങ്ങളുടെ പാർപ്പിടം, 2 സകലവിധ അശുദ്ധാത്മാക്കളുടെയും സങ്കേതം, 3 സ്തോത്രം അശുദ്ധമായ അറപ്പുള്ള സകല പക്ഷികളുടെയും താവളം. സ്തോത്രം. ഇനി നിങ്ങൾ സ്തോത്രം
യെശയ്യാപ്രവചന പുസ്തകം ഒന്ന് എടുത്താട്ടെ. യെശയ്യാപ്രവചന പുസ്തകം ഐസായ ചാപ്റ്റർ 13 13-ാം അധ്യായത്തിന്റെ 19, 20, 21 വാക്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയേ. യെശയ്യാവ് 13-ാം അധ്യായത്തിന്റെ 19 എന്നുള്ള വാക്യം. രാജ്യങ്ങളുടെ മഹത്വവും കൽദീയരുടെ പ്രശംസാലങ്കാരവുമായ ബാബേൽ ദൈവം സോദോമിനെയും ഗൊമോറയെയും മറിച്ചു കളഞ്ഞതുപോലെ ആയിത്തീരും. കണ്ടോ, അത് അന്ന് പ്രവാചകൻ യെശയ്യാ പ്രവാചകൻ അന്ന് ആത്മാവിൽ പ്രവചിക്കുകയാണ്. ഇതിന്റെ മ്ലേച്ഛത കണ്ടിട്ട്, ഇതിന്റെ അശുദ്ധി കണ്ടിട്ട് പ്രവചിക്കുകയാണ്. എന്നിട്ട് അതിൽ ഒരു നാളും കുടിപ്പാർപ്പുണ്ടാകുകയില്ല. കണ്ടോ, അതിൽ ഒരു നാളും. എത്രമാത്രം ഉയർന്ന പട്ടണമാണെന്ന് ഓർക്കണം. നെബൂഖദ്നേസർ ഇതിനെക്കുറിച്ചാ പറഞ്ഞ്, ഞാൻ എന്റെ പ്രതാപത്തിന്റെ മഹത്വത്തിനായി പണിഞ്ഞ മഹിദിയാം ബാബിലോൺ അല്ലയോ എന്ന് പറഞ്ഞ അവിടെ എന്തുണ്ടാകത്തില്ല? മനുഷ്യൻ എന്ത് ചെയ്യത്തില്ല? കുടിപാർപ്പുണ്ടാകുകയില്ല. തലമുറ തലമുറയോളം അതിലാരും വസിക്കുകയുമില്ല. തലമുറ തലമുറയോളം അതിലാരും വസിക്കുകയില്ല. അറബിക്കാരൻ അവിടെ കൂടാരം അടിക്കുകയില്ല. ഇടയന്മാർ അവിടെ ആടുകളെ കിടത്തുകയുമില്ല. മരുമൃഗങ്ങൾ അവിടെ കിടക്കും. അവരുടെ വീടുകളിൽ മൂങ്ങാൻ നിറയും. മൂങ്ങാൻ ഇപ്പൊ നമ്മൾ വായിച്ചു നോക്കണം. ഇത് വായിപ്പിക്കുന്ന അശുദ്ധമായ അറപ്പുള്ള സകല പക്ഷികളുടെയും താവളമാകുമെന്ന്. മൂങ്ങാൻ നിറയും. ഒട്ടക പക്ഷികൾ അവിടെ പാർക്കും. ഭൂതങ്ങൾ അവിടെ നൃത്തം ചെയ്യും. അവരുടെ അരമനകളിൽ ചെന്നായ്ക്കളും അവരുടെ മനോഹര മന്ദിരങ്ങളിൽ കുറുനരികളും ഓളിയിടും. അതിന്റെ സമയം അടുത്തിരിക്കുന്നു. അതിന്റെ കാലം ദീർഘിച്ചു പോകുകയുമില്ല. അടുത്ത വാക്യം. സ്തോത്രം. അപ്പൊ ഇവിടെ ഇതുപോലെ ഉള്ള സ്ഥലമായിട്ട് ഇത് മാറാൻ പോവുകയാണ്. അതിന്റെ 21-ന്റെ 9-ാമത്തെ വാക്യം നോക്കി. യെശയ്യാവ് 21-ന്റെ 9-ാമത്തെ വാക്യം. യെശയ്യാവ് ചാപ്റ്റർ 21 വേഴ്സ് 9. ഇതാ ഒരു കൂട്ടം കുതിരച്ചേവകർ ഈരണ്ടായി കുതിരപ്പട വരുന്നു എന്ന് പറഞ്ഞു. വീണു, ബാബേൽ വീണു. അതിലെ ദേവന്മാരുടെ വിഗ്രഹങ്ങളൊക്കെയും നിലത്ത് വീണ് തകർന്നു കിടക്കുന്നു എന്നും അവൻ പറഞ്ഞു. കണ്ടോ, ഞാൻ പറഞ്ഞ അന്യാരാധന കൊണ്ട് നിറഞ്ഞതായ സ്ഥലം അത് വീണു, അത് തകർന്നു. ഈ സ്തോത്രം അനേക ഭാഗങ്ങൾ വായിക്കേണ്ടതുണ്ട്. എന്നാലും ക്ലാസ് ആയതുകൊണ്ട് വായിക്കേണ്ടത് ആവശ്യമാണ്. ജെരമ്യ പ്രവാചന പുസ്തകം ഒരു വാക്യം നമുക്ക് വായിക്കാം. അതിന്റെ ജെരമ്യ ചാപ്റ്റർ 50 50-ാമത്തെ അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യം. 50-ന്റെ 35-ാമത്തെ വാക്യം. സ്തോത്രം. കൽദീയരുടെ മേലും ബാബേൽ നിവാസികളുടെ മേലും അതിന്റെ പ്രഭുക്കന്മാരുടെ മേലും ജ്ഞാനികളുടെ മേലും വാൾ വരുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അതിന്റെ 39-ാമത്തെ 39-40 വാക്യം കൂടെ. ആകയാൽ അവിടെ മരുമൃഗങ്ങൾ കുറുനരികളോടുകൂടെ പാർക്കും. ഒട്ടകപ്പക്ഷിയും അവിടെ വസിക്കും. ഇനി അത് ഒരു നാളും കുടിപാർപ്പുണ്ടാകുകയില്ല. തലമുറ തലമുറയായി അത് നിവാസികൾ ഇല്ലാതെ കിടക്കും. ദൈവം സോദോമും ഗൊമോറയും അവയുടെ അയൽ പട്ടണങ്ങൾ നശിപ്പിച്ചു കളഞ്ഞ ശേഷം എന്ന പോലെ അവിടെയും ആരും പാർക്കുകയില്ല. ഒരു മനുഷ്യനും അവിടെ വസിക്കുകയില്ല എന്നൊക്കെ അരുളപ്പാട്. മതി. സ്തോത്രം. നിങ്ങളെ തുടർന്ന് സമയം കിട്ടുന്ന പോലെ വായിച്ചാൽ മതി. യെരമ്യാവ് 50-ഉം 51-ഉം അധ്യായം. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ 50-ഉം 51-ഉം അധ്യായത്തിൽ അതിന്റെ 51-ന്റെ 1, 2 ഒക്കെ വായിക്കേണ്ടതാ. 50-ാം അധ്യായം 51-ാം അധ്യായത്തിൽ 37 പ്രാവശ്യം ബാബിലോൺ എന്ന് ഉച്ചരിച്ചിട്ടുണ്ട്. ലോകത്തിൽ ബൈബിളിൽ മുഴുവനുമായി 260 പ്രാവശ്യം ഇത് ഉപയോഗിച്ചിട്ടുണ്ട്, ബാബിൽ എന്ന പ്രയോഗം. സ്തോത്രം. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്തോത്രം. യേശുക്രിസ്തുവിന് വേണ്ടി ഉൽപ്പത്തി മുതൽ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനും അതിനെ നമസ്കരിക്കുമെന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്ന ഉൽപ്പത്തി മുതൽ ഒരു മണവാട്ടി സഭയെ വാസ്തം ചുളുക്കം മാലിന്യമില്ലാത്ത നിഷ്കളങ്കമായ ഒരു മണവാട്ടിയെ യേശുക്രിസ്തുവിന് വേണ്ടി പരിശുദ്ധാത്മാവ് ഒരുക്കി വരുന്നത് പോലെ ആരംഭകാലം മുതൽ പിശാച് ഈ എതിർ ക്രിസ്തുവിന് വേണ്ടി, ഈ മ്ലേച്ഛതയ്ക്ക് വേണ്ടി അതിന്റെ ഒരു മണവാട്ടിയെ ഒരുക്കിക്കൊണ്ടുവരുന്നുണ്ട്. അത് നിഷ്കളങ്കമുള്ളതല്ല, മ്ലേച്ഛത നിറഞ്ഞ, അശുദ്ധി നിറഞ്ഞ, എല്ലാ ധൂർത്തും നിറഞ്ഞ, അതിന്റെ വസ്ത്രധാരണ ചുവപ്പ് ധരിച്ചുകൊണ്ട്, കടും ചുവപ്പ് ധരിച്ച് ഈ മൃഗത്തിന്റെ മുകളിലിരിക്കുകയാണ്. സ്തോത്രം. ഇനി നമ്മള് ഈ 18-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യം വായിക്കാൻ പോവുകയാണ്. 4 മുതൽ സത്യത്തിൽ അത് 16 വരെയുള്ള വാക്യം അല്ല, 4 മുതൽ 19 വരെയുള്ള വാക്യം ഒന്നിച്ചു വായിക്കേണ്ടതാണ്. സ്തോത്രം. 4 മുതലുള്ള വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം.
വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്, എന്റെ ജനമായുള്ളവര് അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുവൻ. അവളുടെ പാപം ആകാശത്തോളം കുന്നിച്ചിരിക്കുന്നു, അവളുടെ അകൃത്യം ദൈവം ഓർത്തിട്ടുമുണ്ട്. അവൾ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങൾ അവൾക്ക് പകരം ചെയ്യുവൻ. അവളുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവൾക്ക് ഇരട്ടിച്ചു കൊടുപ്പൻ. അവൾ കലക്കി തന്ന പാനപാത്രത്തിൽ അവൾക്ക് ഇരട്ടി കലക്കി കൊടുപ്പൻ. അവൾ തന്നെത്താൻ വെളിപ്പെടുത്തി പുളിച്ചിടത്തോളം അവൾക്ക് പീഡയും ദുഃഖവും കൊടുപ്പൻ. മതി, അവിടെ നിർത്തണേ. ഇവിടെ നോക്കണം, അതിന്റെ 4-ാം വാക്യം നോക്കിയേ. വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്നും സ്തോത്രം നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്, എന്റെ ജനമായുള്ളവരെ അവളുടെ പാപത്തിൽ കൂട്ടാളിയാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതിരിപ്പാൻ അവളെ വിട്ടുപോരുവീൻ. അവളുടെ പാപം ആകാശത്തോളം കുന്നിച്ചിരിക്കുന്നു, അവളുടെ അകൃത്യം ദൈവം ഓർത്തിട്ടുമുണ്ട്. 4-5 വാക്യമാണ്. സ്തോത്രം. ഇവിടെ നമുക്ക് സ്തോത്രം ഈ 19 വരെയുള്ള വാക്യത്തിൽ ചില പ്രത്യേകത കാണാൻ പറ്റും. ഒന്ന്, അവരുടെ പാപം എന്താണെന്ന് പറഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവളെന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ഈ പട്ടണത്തെയാണ്, ഈ ബാബേൽ പട്ടണത്തെയാണ് അവളെന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ആ സ്തോത്രം, ആ പട്ടണത്തിന്റെ പാപം എന്താണ്? സ്തോത്രം, എന്താണ് പാപം? അതിന്റെ വാക്യം നോക്കിയേ. അതിന്റെ 7-ാമത്തെ വാക്യം നോക്കിയേ. അവൾ തന്നെത്താൻ മഹത്വപ്പെടുത്തി. ഒരു മിനിറ്റ്. അപ്പോ അവളുടെ 1-ാമത്തെ പാപം, അവൾ തന്നെത്താൻ മഹത്വപ്പെടുത്തി. നമ്മുടെ കർത്താവ് നമ്മളോട് പറഞ്ഞു, തന്നെത്താൻ ഉയർത്തുന്നതെല്ലാം താഴ്ത്തപ്പെടും. തന്നെത്താൻ ഉയർത്തി. പിന്നെ അതിന്റെ 5-ാം വാക്യം നോക്കി, അവളുടെ പാപം ആകാശത്തോളം കുന്നിച്ചിരിക്കുന്നു. അപ്പം ഒന്ന്, അവളുടെ പാപം ആകാശത്തോളം കുന്നിച്ചിരിക്കുന്നു. 2, അവളുടെ പാപം എന്ത് ചെയ്തു? അവൾ തന്നെത്താൻ മഹത്വപ്പെടുത്തി. ഇനിയും 18-ന്റെ 7-ാമത്തെ വാക്യം ഒന്നുകൂടെ നോക്കിയേ. അവൾ തന്നെത്താൻ മഹത്വപ്പെടുത്തി, പുളച്ചിടത്തോളം അവൾക്ക് പീഡയും ദുഃഖവും കൊടുപ്പൻ. രാജ്ഞിയായിട്ട് ഞാൻ ഇരിക്കുന്നു, ഞാൻ വിധവയല്ല, ദുഃഖം കാണുകയുമില്ല എന്ന് അവൾ ഹൃദയം കൊണ്ട് പറയുന്നു. അപ്പൊ അവൾ വമ്പ് പറയുന്നവളാ. അപ്പൊ ഈ സ്വഭാവം ഒന്നും ദൈവമക്കൾക്ക് പാടില്ല. അവളുടെ പാപത്തെ കുറിച്ച് പറയുക. ഒന്ന്, അവളുടെ പാപം സ്വർഗത്തോളം കുന്നിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പരാജയം, ഒരു പാപം വരുമ്പോൾ ദൈവം അനങ്ങാതിരിക്കുന്നത് കൊണ്ട് ദൈവം കാണുന്നില്ല എന്ന് നാം ചിന്തിക്കരുത്. നമ്മെ പോലെയാണ് ദൈവം എന്ന് വിചാരിക്കരുത്. 50-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ, ഞാൻ ഇതൊക്കെ കണ്ടു, ഞാൻ മൗനമായിരിക്കാൻ നിന്നെ പോലെ ഉള്ളവനെന്ന് നീ വിചാരിച്ചു. അപ്പം എന്ത് ചെയ്യരുത്? ദൈവം അതിനു വേണ്ടി സമയം വെച്ചിരിക്കുക. നീ ഇതെത്രത്തോളം പോകുമെന്നറിയാൻ ഇപ്പോൾ എന്ത് ചെയ്തു? ആകാശത്തോളം കുന്നിച്ചു. 2, സ്തോത്രം, അവൾ എന്ത് ചെയ്തു? ഇപ്പോൾ അവൾ വമ്പ് പറയുന്നവളായി തീർന്നു. അവൾ തന്നെത്താൻ ഉയർത്തി. പിന്നെ 3 കൂട്ടരെ കാണുന്നേ. അപ്പം ആ പട്ടണത്തിന്റെ, ദേശത്തിന്റെ, അല്ലെങ്കിൽ ആ ദേശത്തിന്റെ പാപങ്ങളിൽ നീ കൂട്ടാളിയാകരുത്. 4-ാം വാക്യമാണ്. ആ പട്ടണത്തിന്റെ അല്ലെങ്കിൽ ആ ദേശത്തിന്റെ പാപങ്ങളിൽ എന്താകരുത്? ആകാൻ പാടില്ല. ആ പട്ടണത്തിന്റെ ന്യായവിധിയിൽ നീ എന്ത് ചെയ്യരുത്? ആകാതിരിപ്പാൻ നീ എന്ത് ചെയ്യണം? വിട്ടുപോരണം. ഇത് നമുക്ക് വേണ്ടിയാ വചനം എഴുതിയേ. ഇന്നേക്ക് 2000 ചിൽവാനം വർഷങ്ങൾക്ക് മുൻപ് വെളിപ്പാട്, കർത്താവിന്റെ വെളിപ്പാട് യോഹന്നാൻ അപ്പോസ്തലന് കൊടുത്ത് പറയുമ്പോൾ നമ്മളോട് പറയുകയാണ്, വിട്ടുപോരുവീൻ, വിട്ടുപോരുവീൻ. അപ്പം പാപത്തിൽ പങ്കാളിയായി തീരാതിരിക്കാൻ, ന്യായവിധിയിൽ ഓഹരിക്കാരാകാതിരിക്കാൻ എന്ത് ചെയ്താൽ മതി? വിട്ടുപോരണം. നീ വേർപെട്ടിരിക്കണം. ജെറമ്യാവ്, നിങ്ങളൊരു വാക്യം വായിച്ച് 51-ാം അധ്യായത്തിന്റെ ജെറമ്യ ചാപ്റ്റർ 51:6 നോക്കിക്കേ. സ്തോത്രം. ജെറമ്യ ചാപ്റ്റർ 51:6. ബാബേലിന്റെ നടുവിൽ നിന്ന് ഓടി ഓരോരുത്തൻ താൻ തന്റെ പ്രാണനെ രക്ഷിച്ചു കൊള്ളുവിൻ. നിങ്ങൾ അതിന്റെ അകൃത്യത്തിൽ നശിച്ചു പോകരുത്. ഇത് യഹോവയുടെ പ്രതികാര കാലമല്ലോ. ദൈവം പറയുകയാണ്, അവിടെ നിന്ന് ഓടി. അപ്പം അതിൽ നിന്ന് നമുക്ക് എന്തോ മനസ്സിലാക്കാം? ഓടി രക്ഷപ്പെടുക, ഓടി രക്ഷപ്പെടുക. ഇനി ഈ ചരിത്രം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 6 വേഴ്സ്
14 വേഴ്സ് 14 വാക്യം മുതൽ നിങ്ങൾ അവിശ്വാസികളോട് ഇണയല്ല പിണ കൂടരുത്. ദൈവം നമുക്ക് ബുദ്ധി ഉപദേശിക്കുകയാണ്. നിങ്ങൾ ആരോട് സഹകരിക്കാം, പക്ഷെങ്കിൽ അവിശ്വാസികളോടുകൂടെ ഇണയില്ല പണ ചേരരുത്. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച. നീതിക്കും അധർമ്മവും നീതി. യേശുക്രിസ്തുവിനാൽ നീതീകരിക്കപ്പെട്ട നിനക്ക് ആ നീതീകരിക്കപ്പെടാത്ത വ്യക്തിയുമായിട്ടൊരു കൂട്ടായ്മയില്ല. എന്നിട്ട് വെളിച്ചവും ഇരുളവും തമ്മിൽ യോജിക്കത്തില്ല. അനീതിയും നീതിയും തമ്മിൽ, വിശുദ്ധിയും അശുദ്ധിയും തമ്മിൽ യോജിക്കത്തില്ല. ഒരേ ഉറവയിൽ നിന്നും മധുരവെള്ളവും ഉപ്പുവെള്ളവും പുറപ്പെടത്തില്ല. എന്നിട്ട് ക്രിസ്തുവിനും ബലിയാലിനും തമ്മിൽ എന്ത് പൊരുത്തം? ബലിയാൽ എന്ന് പറഞ്ഞ സാത്താന്റെ മറ്റൊരു പേരാണ്. അപ്പൊ ക്രിസ്തുവിനും സാത്താനും തമ്മിൽ എന്ത് പൊരുത്തമായിരിക്കുന്നേ? മ്ലേച്ഛത കൊണ്ട് നിറഞ്ഞ പിശാചും വിശുദ്ധിയിൽ തികഞ്ഞവനായ കർത്താവും. എന്നിട്ട് വിശ്വാസിക്ക് അവിശ്വാസിയുമായി. അതുകൊണ്ട് നീ കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത വിശ്വാസിക്ക് അവിശ്വാസിയോടൊരു കൂട്ടായ്മയുമില്ല. ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത്? ദൈവാലയത്തിൽ എങ്ങനെയാണ് വിഗ്രഹം വരുന്നത്? അതുകൊണ്ട് നീ അത് വിട്ടുപിരിയണം. എന്നിട്ട് നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. നാം ഓരോരുത്തരും ജീവനുള്ള ദൈവം വസിക്കുന്ന ആലയമാണ്. ടെമ്പിൾ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ മന്ദിരമാണ്. ജീവനുള്ള ദൈവത്തിന്റെ മന്ദിരം. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എന്തുകൊണ്ടാ? ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നത് കൊണ്ട് നീ എന്ത് ചെയ്യണം? അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ടിട്ട് പോരുവീൻ. അശുദ്ധമായതൊന്നും തുടരുത്. എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. ആമീൻ. ഇത് എടുക്കണ്ട. യെശയ്യാ പുസ്തകം 52 അധ്യായം എടുക്കണ്ട. ഐസായ ചാപ്റ്റർ 52 വേഴ്സ് 11 അവിടെ നിന്നുള്ളതാ. അവിടെ എഴുതിയിരിക്കുന്നത്, അവിടെ നിന്ന് ഇങ്ങോട്ട് കോട്ട് ചെയ്തിരിക്കുന്നതാ. അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? യഹോവയുടെ വിശുദ്ധ ഉപകരണം ചുമക്കുന്നവരെ, ഈ ലോകത്തിൽ ഏതാണ്? ഈ തിരുവചനമല്ലേ വിശുദ്ധ ഉപകരണം? അവന്റെ ആത്മാവ് വസിക്കുന്ന നാമല്ലേ അവന്റെ മന്ദിരം? അതുകൊണ്ട് നാം അശുദ്ധിയിൽ നിന്ന് മാറണം, പോഷ്കിൽ നിന്ന് മാറണം, അശുദ്ധ സംസാരത്തിൽ നിന്ന് മാറണം. അതുകൊണ്ട് പറയുകയാണ്, എന്റെ ജനമായുള്ളവരെ എന്ന് വിളിച്ചിരിക്കുന്നത് ഇന്നുള്ള ഈ ദൈവജനത്തെയാ. ഇന്നുള്ള ദൈവജനത്തിന് ദൈവം ഒരു മുന്നറിയിപ്പ് തരികയാണ്. എന്റെ ജനമായുള്ളവരെ, സ്തോത്രം. എന്റെ ജനമായുള്ളവരെ എന്ന് വിളിച്ചത് എവിടാ? നിങ്ങൾ നോക്കിയേ. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 18 അധ്യായത്തിലല്ലേ വായിച്ചത്? അതിന്റെ 4 വാക്യത്തിൽ എന്റെ ജനമായുള്ളവരെ നമ്മളതിന് മുമ്പിൽ വായിച്ചു. രക്ഷിക്കപ്പെടുവാനുള്ളവരെല്ലാം, രക്തസാക്ഷിയാകാനുള്ളതെല്ലാം തീർന്നു. ദൈവമക്കളെ എല്ലാം ദൈവം വേർതിരിച്ചു. മുദ്രയിട്ട് വേർതിരിച്ചു. രക്തസാക്ഷിയായി തീരേണ്ടത് രക്തസാക്ഷിയായി തീർന്നു. കൊയ്ത്തിന്റെ അനുഭവം നമ്മൾ കണ്ടു. ഇവിടെ നോക്കിയാണ് എന്റെ ജനമായുള്ളവരെ എന്ന് വിളിച്ചിരിക്കുന്നത്. ഇന്ന് നാം കേൾക്കുന്ന നമ്മെ കുറിച്ച് ദൈവം പറഞ്ഞിട്ടൊരു മുന്നറിയിപ്പ് തരികയാണ്. എല്ലാ കാലത്തും ദൈവജനം പാപത്തോടും വ്യാജ മതങ്ങളുടെ സ്വാധീനത്തോടും വേർപാട് പുലർത്തണം. നമ്മൾ എവിടെയും ആരാധിക്കുന്നവരല്ല. അബ്രഹാമേ, നീ എവിടെങ്കിലും ആരാധിച്ചാ പോരാ, ഞാൻ നിന്നെ കാണിക്കുന്ന മലയിൽ നിന്റെ മകനെ യാഗരിക്കണം. 3 ദിവസം യാത്ര ചെയ്താണ് ആ മല കണ്ടുപിടിച്ചത്. സ്തോത്രം. ദൈവജനം ലോകത്തിൽ പാർക്കുന്നു എങ്കിലും ലോക മനുഷ്യരുമായി, സ്തോത്രം, നമുക്ക് ഒരു കൂട്ടായ്മയില്ല. സ്തോത്രം. അതിന് മുന്നറിയിപ്പ് തരികയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നും നാം ഒഴിഞ്ഞു മാറണം. സ്തോത്രം. നമ്മളൊരു വാക്കുകൂടെ വായിച്ചേ. നിങ്ങളെ ഉൽപ്പത്തി പുസ്തകം ജനസസ് ചാപ്റ്റർ 19 വേഴ്സ് 14.
19-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം നോക്കിയേ. അങ്ങനെ ലോത്ത് ചെന്ന് തന്റെ പുത്രിമാരെ വിവാഹം ചെയ്യുവാനുള്ള മരുമക്കളോട് സംസാരിച്ചു. നിങ്ങൾ എഴുന്നേറ്റ് ഈ സ്ഥലം വിട്ടു പുറപ്പെടുവിൻ, യഹോവ ഈ പട്ടണം നശിപ്പിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അവൻ കളി പറയുന്നുവെന്ന് അവന്റെ മരുമക്കൾക്ക് തോന്നി. ദൂതൻ കൈക്ക് പിടിച്ച് ലോത്തിന്റെ ഭാര്യയുടെ മക്കളുടെ കൈക്ക് പിടിച്ച് വെളിയിലിറക്കി. എന്നിട്ട് പറഞ്ഞു, ഇവിടെ നിന്ന് ഓടിപ്പോകാൻ. ഇന്നു രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ്. ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മൾ പാർക്കുന്ന ദേശം നമ്മളത് ഇട്ടിട്ട് ഓടിപ്പോകാൻ പറ്റുമോ? പക്ഷെങ്കിൽ ആ പട്ടണത്തിന് വേണ്ടി, ആ ഗ്രാമത്തിന് വേണ്ടി, ആ ദേശത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. കർത്താവ് പറഞ്ഞു, വാഗ്ദത്ത ദേശം അവർക്ക് കൊടുക്കുമ്പോൾ പറഞ്ഞു, അവിടെ ഒരു അന്യ ആരാധനക്കാരൻ കാണരുത്. നിന്റെ തലമുറ അത് പോയി നോക്കി നിന്നിട്ട് നിന്റെ ദൈവത്തെ ഹൃദയത്തിൽ ദ്വേഷിക്കാൻ ഇടയാകും. നിന്റെ തലമുറയുടെ ഹൃദയം ആ അന്യാരാധനയിലേക്ക് വശീകരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനാണെങ്കിൽ സ്തോത്രം, നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ചുറ്റുപാടുമുള്ള അന്യാരാധനയെ വെച്ച് ദൈവസന്നിധി പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ വചനം ഇങ്ങനെ പഠിപ്പിച്ചിരിക്കുന്നു, സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ജനമായി ഈ ദേശം തീരട്ടെ എന്ന് നാം പ്രാർത്ഥിക്കണം. നമ്മുടെ ചെറിയ വിഷയങ്ങൾ മാത്രമല്ല, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അന്യാരാധന ചെയ്യുന്നവർ, ക്ഷുദ്രം ചെയ്യുന്നവർ, മുഹൂർത്തം ചെയ്യുന്നവർ, ആഭിചാരം ചെയ്യുന്നവർ നമ്മൾ പാർക്കുന്ന പട്ടണത്തിൽ, നാം പാർക്കുന്ന ദേശത്ത് കാണരുത്. ദൈവത്തോട് പ്രാർത്ഥിക്കണം. സ്തോത്രം. കായംകുളം കൊച്ചുണ്ണി കള്ളന്റെ പേരിലൊന്നുമല്ല നമ്മുടെ ദേശം അറിയേണ്ടത്. കൊലപാതകനും ദേശത്തെ മുടിക്കുന്ന വ്യക്തിയുടെ പേരിലല്ല നമ്മുടെ ദേശം അറിയേണ്ടത്. അഭിഷക്തന്മാരുടെ പേരിൽ, യേശുവിന്റെ നാമത്തിൽ അറിയണം. അന്യാരാധന നടക്കുന്ന ആലയത്തിന്റെ പേരിലല്ല നമ്മുടെ ദേശം അറിയേണ്ടത്. ഇത് നാം ആഗ്രഹിക്കണം. നാം ഇത് വെച്ച് പ്രാർത്ഥിക്കണം. അതൊക്കെ ഇടിഞ്ഞ് ഇരുന്നു പറഞ്ഞു പൊക്കോളും. നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തന്നെ മഹത്വം വെളിപ്പെടുത്തും. സ്തോത്രം. ഇത് ദൈവമക്കൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. സ്തോത്രം. നമുക്കവിടുന്ന് വിട്ടോടിപ്പാൻ കഴിയത്തില്ല. പക്ഷേ നമ്മുടെ ദേശത്തെ വിശുദ്ധീകരിക്കാൻ, അതിനുവേണ്ടി പ്രാർത്ഥിപ്പാൻ നമുക്ക് കഴിയും. സ്തോത്രം. നിങ്ങൾക്കറിയാമല്ലോ, കുമ്പനാടെന്നുള്ള ദേശത്തെ കുറിച്ച് എവിടെ കേട്ടാലും പെട്ടെന്ന് ദൈവമക്കളുടെ പാർക്കുന്ന ദേശമെന്നറിയാം. അതുപോലെ നമ്മുടെ ദേശമൊക്കെ ദൈവമക്കളെ കൊണ്ട് നിറഞ്ഞ ദേശമായി തീരണം. സ്തോത്രം. നമ്മളുടെ മക്കൾ ദൈവത്തിന് വേണ്ടി നിന്നിട്ട് അവരുടെ നാമത്തിലൊക്കെ ദേശം അറിയപ്പെടട്ടെ. ലാസറിന്റെയും മാർത്തയുടെയും മറിയയുടെയും ഗ്രാമം എന്നറിയപ്പെടുന്നത് പോലെ. സ്തോത്രം. നോക്കണം, അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ, അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവരുടെ പാപം ആകാശത്തോളം കുന്നിച്ചിരിക്കുന്നു. ആകാശത്തോളം കുന്നിച്ചിരിക്കുന്നു. അവരുടെ പാപം ആകാശത്തോളം കുന്നിച്ചിരിക്കുന്നു. നിങ്ങൾ ആ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിന്റെ 20-21 വയ്ക്ക്. ജനസിസ് ചാപ്റ്റർ 18 വേഴ്സ് 20 and 21. പിന്നെ യഹോവ സോദോമിന്റെയും ഗൊമോറയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവുമാകുന്നു. ഞാൻ ചെന്ന് എന്റെ അടുക്കൽ വന്നെത്തിയ നിലവിളി പോലെ അവർ കേവലം പ്രവർത്തിച്ചിട്ടുണ്ടോ? എന്റെ അടുക്കൽ വന്നെത്തിയ നിലവിളി. അപ്പം സ്വർഗത്തോളം അതിന്റെ നിലവിളി എത്തി. സോദോമും ഗൊമോറയിലും എന്തുകൊണ്ട് ഗന്ധകവും തീയും പെയ്തു? അതിന്റെ പാപം സ്വർഗത്തോളം എത്തി. സ്തോത്രം. ഇനി നിങ്ങൾ അതിന്റെ തന്നെ ജനസിസ് ചാപ്റ്റർ 6 വേഴ്സ് 11 and 12 നോക്കിക്കേ. ജനസിസ് ചാപ്റ്റർ 6-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 6-ന്റെ 11-12 വാക്യം. എന്നാൽ ഭൂമി ദൈവത്തിന്റെ മുമ്പാകെ വഷളായി, ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു. ദൈവം ഭൂമിയെ നോക്കി, അത് വഷളായി എന്ന് കണ്ടു. സകല ജഡവും ഭൂമിയിൽ തന്റെ വഴി വഷളാക്കിയിരുന്നു. നോക്കണം. അപ്പം സകല ജഡവും അതിന്റെ പാപം എന്ത് ചെയ്തു? സ്വത്രം സ്വർഗത്തോളം വളർന്നു. അപ്പം നാം ചെയ്യുന്ന ചെറിയ ചെറിയ പാപം സ്വത്രം കാണുമ്പോൾ ദൈവം മൗനമായിരിക്കും തോന്നും. ദൈവം നോക്കുന്ന ഇന്നല്ലെങ്കിൽ നാളെ മടങ്ങി വരുമോ എന്നാ നോക്കുന്നേ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ നോക്കണം. സ്തോത്രം. അവിടെ ദൈവത്തിന്റെ ന്യായവിധി ഇറങ്ങാൻ തക്കവണ്ണം നിങ്ങൾ നോക്കിയേ.
ഇതുവരെ പിശാചിന്റെ ന്യായവിധി നടന്നില്ല. ഇതുവരെ നടന്നില്ല. സ്തോത്രം. അവനെ പൂർണ്ണമായും ലോകത്തിൽ നിന്ന് നീക്കിക്കളഞ്ഞില്ല. ദൈവം ദീർഘക്ഷമയോടെ ഇത്രയും സമയം കൊടുക്കുന്നു. നിങ്ങൾ ചിന്തിക്കേ, ശൗലിനെ, ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവാകുന്ന ശൗലിനെ കർത്താവ് അഭിഷേകം ചെയ്തു. എന്നാൽ 7 ദിവസത്തിനുള്ളിൽ അവനിൽ അശുദ്ധാത്മാവ് വന്നു. അവൻ ദൈവകൃപ വിട്ടു. എന്നിട്ട് 40 വർഷം ഭരിക്കാൻ ദൈവനെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരാജയങ്ങൾ കണ്ടിട്ട് ഒരു ദിവസം നാം ചെയ്യുന്ന പാപമോ 2 ദിവസം ചെയ്യുന്ന പാപമോ നമ്മളെ ഒരു നിമിഷം ലോകത്തിൽ നിന്ന് ദൈവം മാറ്റിക്കളയത്തില്ല. മടങ്ങി വരുമോ എന്ന് ദൈവം നോക്കുകയാണ്. സ്തോത്രം. അതിന്റെ 7-ാമത്തെ വാക്യം നോക്കിയേ. 18-ന്റെ 7-ാമത്തെ വാക്യം. അവൾ തന്നെത്താൻ മഹത്വപ്പെടുത്തി പുളച്ചിടത്തോളം അവൾക്ക് പീഡയും ദുഃഖവും കൊടുത്തു. അപ്പൊ അവൾ നോക്കിയോണം, തന്നെത്താൻ എന്ത് ചെയ്തു? സ്തോത്രം. തന്നെത്താൻ മഹത്വപ്പെടുത്തി, തന്നെത്താൻ ഉയർത്തി, വമ്പ് പറയുന്നവളായി തീർന്നു. സ്തോത്രം. ദൈവം വെറുക്കുന്ന പാപമാണ് വമ്പ് പറയുന്നത്. ഇല്ലാത്തതിനെ പെരുപ്പിച്ചു പറയുക, നമ്മളെ തന്നെ ബൂസ്റ്റ് ചെയ്യുക, നമ്മളെ തന്നെ ഉയർത്തുകയാണ്. സ്തോത്രം. ഇതല്ലയോ ബാബേലിന്റെ പരാജയം തന്നെ? അതല്ലേ? നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 11-ാം അധ്യായം നോക്കിയേ. ജനസിസ് ചാപ്റ്റർ 11. അവിടെ ആണല്ലോ ആദ്യം ബാബിലോൺ പട്ടണം കാണുന്നത്. 11-ന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യം നോക്കിയേ. ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്തു ഷിനാർ ദേശത്ത് ഒരു സമഭൂമി കണ്ട് അവിടെ കുടിയിരുന്നു. അവർ തമ്മിൽ വരുവിൻ, നാം ഇഷ്ടിക അറുത്ത് ചുടുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശുമഞ്ഞ മണ്ണ് കുമ്മായമായും ഉപയോഗിച്ചു. വരുവിൻ, നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക, നമുക്കൊരു പേരും ഉണ്ടാക്കുക എന്നവർ അവൾ തന്നെത്താൻ ഉയർത്തി. 9-ാം വാക്യം നോക്കിയേ. സർവഭൂമിയിലെയും ഭാഷ യഹോവ അവിടെ വെച്ച് കലക്കി കളകിയാൽ ബാബേൽ എന്ന പേര്. അവിടെയാണ് ബാബേൽ എന്ന പേര് തുടങ്ങുന്നത്. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ അതിന്റെ നാശത്തിലേക്ക്, ന്യായവിധിയിലേക്ക് വരികയാണ്. ദൈവം ഈ കാലമൊക്കെയും 6000 വർഷത്തോളമായി ദൈവം ദീർഘക്ഷമയോട് കാത്തിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ അതിനെ ഉന്മൂലനാശം വരുത്താൻ പോകുകയാണ്. സ്തോത്രം. അതിനെക്കുറിച്ച് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിങ്ങൾ നോക്കിയേ. ദാനിയേൽ ചാപ്റ്റർ 4 വേഴ്സ് 29-30. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 29-30 വാക്യം. 12 മാസം കഴിഞ്ഞിട്ട് അവൻ ബാബേലിലെ രാജമന്ദിരത്തിന്മേൽ ഉലാവിക്കൊണ്ടിരുന്നു. ഇത് ഞാൻ എന്റെ ധനമഹാത്മ്യത്താൽ എന്റെ പ്രതാപ മഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹിദിയാം ബാബേൽ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി. ഈ വാക്ക് രാജാവിന്റെ വായിലിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായത് എന്തെന്നാൽ, നെബൂഖദ്നേസർ രാജാവേ, നിന്നോട് ഇത് കൽപ്പിക്കുന്നു, രാജ്യത്വം നിന്നെ വിട്ടു നീങ്ങിയിരിക്കുന്നു, നിന്നെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കി കളയും. മതി നോക്കണം. അവന്റെ പ്രതാപത്തിൽ ഒരു വാക്ക് പറഞ്ഞതാണ്, ഞാൻ എന്റെ മഹത്വത്തിനായി പണിത മഹുദിയാം ബാബിലോൺ അല്ലയോ. പെട്ടെന്ന് ദൈവത്തിന്റെ ന്യായവിധി വരികയാ. ദൈവവൈതലേ, ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്നും ദൈവം ഉയർത്തി നിനക്ക് നന്മ തരുമ്പോൾ, നല്ലൊരു ഭവനം തരുമ്പോൾ, നല്ല സാഹചര്യം ഒരുക്കുമ്പോൾ, നല്ല ജോലിയും അതിനുള്ള സാഹചര്യം തരുമ്പോൾ, നല്ല തുണയാളിയെ, തലമുറകളെ, നന്മകളെ തരുമ്പോൾ നീ വമ്പ് പറയരുത്, നിന്നിൽ തന്നെ നിഗളിക്കരുത്, നിന്നിൽ തന്നെ അഹങ്കരിക്കരുത്. മറ്റുള്ളവർ ഏതും ഇല്ലെന്ന് നീ ചിന്തിക്കരുത്, മറ്റുള്ളവരെ കൊച്ചാക്കരുത്. സ്തോത്രം. നമുക്കറിയാം, സ്തോത്രം, ദൈവം നന്മ തരും. അതേസമയം സ്തോത്രം, ദൈവഹിതമില്ലാത്ത പ്രവൃത്തിയാണെങ്കിൽ ദൈവം ന്യായവിധി അയക്കുമെന്ന് ഓർക്കണം. ഇസ്രായേൽ മക്കളുടെ യാത്രയിൽ അവരൊരൽപ്പം ഇറച്ചിക്ക് വേണ്ടി ഞങ്ങൾക്ക് മന്ന തന്നു, വെള്ളം തന്നു, ഇവന് മാംസം കൊണ്ട് ഇറച്ചിയുടെ തരാൻ കഴിയുമോ എന്ന് ദൈവത്തോട് മത്സരിച്ചു. ദൈവം അവർക്ക് ഏറ്റവും ശ്രേഷ്ഠമായ കാടയിറച്ചി കൊടുത്തു. എന്നാൽ അത് അവന്റെ വായിലിരിക്കുമ്പോൾ തന്നെ അവർക്ക് ന്യായവിധി കടന്നു വന്നു. ദൈവവേദനേ, അതുകൊണ്ട് ദൈവത്തോട് എന്തെങ്കിലും ചോദിച്ചു വാങ്ങിക്കുമ്പോൾ താഴ്മയോട്, വിനയത്തോട് ചോദിച്ചു വാങ്ങണം. നീ ദൈവത്തോട് കണക്ക് പറഞ്ഞു മേടിക്കരുത്. കർത്താവേ, ഞാൻ എല്ലാ മാസവും ദശാംശം കൊടുത്തിട്ടുണ്ടല്ലോ, ഞാൻ അനേകരെ സഹായിച്ചിട്ടുണ്ടല്ലോ, നീ അതുകൊണ്ട് എനിക്ക് ചെയ്തു തരണമേ എന്ന് പറയുവാനുള്ള യോഗ്യത നമുക്കില്ല. നിന്റെ കരുണയല്ലാതെ, നിന്റെ ദയയല്ലാതെ, നിന്റെ വിശ്വസ്തതയല്ലാതെ എനിക്കൊന്നും പറയുവാനില്ല.
അപ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്ന നന്മയിൽ നിന്നും ദൈവനാമത്തിന് വേണ്ടി ചിലവിടണം. അതിൽ നിന്ന് ഒരു ഭാഗം ദൈവനാമത്തിന് വേണ്ടി ചിലവിടണം. അത് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ 18 വാക്യത്തിൽ അവൾ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങൾ അവൾക്കും പകരം ചെയ്യുവീൻ. ഇത് നമ്മളോട് പറയുന്ന കാര്യമാണ്. നമുക്ക് എങ്ങനെ പകരം ചെയ്യാൻ പറ്റുന്നേ? സ്തോത്രം, സ്തോത്രം എന്ന് പറഞ്ഞാൽ എത്രമാത്രം ദുഷ്ടൻ അവന്റെ ഇഷ്ടത്തിന് നമ്മെ ഉപയോഗിച്ചുവോ, ഒരു കാലത്തെ മദ്യത്തിനും മയക്കുമരുന്നിനും വെറിക്കൂത്തിനും നിന്റെ അവയവങ്ങളെയും നിന്നെ ഉപയോഗിച്ചുവോ, അതിന്റെ 100 മടങ്ങ് നാം ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീരണം. അവയവങ്ങളെ, നമ്മുടെ അവയവങ്ങളെ ഈ പിശാച് ഈ കരത്തെ മറ്റുള്ളവരെ ഉപദ്രവിക്കുവാനും അശുദ്ധിക്കുമായി ഉപയോഗിച്ചെങ്കിൽ കർത്താവിനെ സ്നേഹിക്കുന്ന ഇന്ന് നാം ഈ കരം ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കണം. സ്തോത്രം. അത് ദൈവം നമ്മളോട് പറയുന്നുണ്ടല്ലോ. നിങ്ങൾ നോക്കിയ റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം നോക്കിയേ. റോമൻസ് ചാപ്റ്റർ 6:19. നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പിൻ. സ്തോത്രം. അപ്പോൾ എങ്ങനെ അധർമ്മത്തിന് വേണ്ടി പിശാച് ഉപയോഗിച്ചുവോ അതിന്റെ 100 മടങ്ങ് നീ ദൈവസന്നിധിന്റെ അവയവങ്ങളെ ദൈവമഹത്വത്തിനായി ഉപയോഗിക്കണം. അവിടെയാണ് നീ പിശാചിനോട് പോരാടുന്നത്. നന്മയാൽ തിന്മയെ ജയിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. അതിന് 7-8 വാക്യം നോക്കിയേ. 7-8 വാക്യം വെളിപ്പാട് റെവലേഷൻ 18:7-8. അവൾ തന്നെത്താൻ വെളിപ്പെടുത്തി പുളിച്ചിടത്തോളം അവൾക്ക് പീഡയും ദുഃഖവും കൊടുപ്പേൻ. രാജ്ഞിയായിട്ട് ഞാൻ ഇരിക്കുന്നു, ഞാൻ വിധവയല്ല, ദുഃഖം കാണുകയുമില്ല എന്ന് അവൾ ഹൃദയം കൊണ്ട് പറയുന്നു. അത് നിമിത്തം മരണം, ദുഃഖം, ക്ഷാമം എന്നിങ്ങനെ അവളുടെ ബാധകൾ ഒരു ദിവസത്തിൽ തന്നെ വരും. അവളെ തീയിലിട്ട് ചുട്ടുകളയും. കണ്ടോ, അവളെ തീയിലിട്ട് ചുട്ടുകളയുമെന്ന് സർവശക്തം പറയുകയാണ്. നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്യം മാത്രം വായിച്ചാൽ മതി. യെശയ്യാപ്രവചന പുസ്തകം ഐസായ ചാപ്റ്റർ 47, യെശയ്യാപ്രവചന പുസ്തകം 47-ാം അധ്യായം 7, 8, 9. ഞാൻ എന്നേക്കും തമ്പുരാട്ടി ആയിരിക്കുമെന്ന് നീ പറഞ്ഞ് അത് കൂട്ടാക്കാതെയും അതിന്റെ അവസാനം ഓർക്കാതെയും ഇരുന്നു. ആകയാൽ ഞാൻ മാത്രം, എനിക്ക് തുല്യമായി മറ്റാരുമില്ല, ഞാൻ വിധവയായിരിക്കയില്ല, പുത്രനഷ്ടം അറിയുകയുമില്ല എന്ന് ഹൃദയത്തിൽ പറയുന്ന സുഖഭോഗിനിയും നിർഭയവാസിനിയുമായുള്ളവേ ഇത് കേൾക്കാം. പുത്രനഷ്ടം, വൈധവ്യം ഇവ രണ്ടും പെട്ടെന്ന് ഒരു ദിവസത്തിൽ തന്നെ നിനക്ക് ഭവിക്കും. നിന്റെ ക്ഷുദ്രപ്രയോഗങ്ങൾ എത്ര പെരുകിയിരുന്നാലും നിന്റെ ആഭിചാരങ്ങൾ എത്ര അധികമായിരുന്നാലും അവ നിനക്ക് നിറപടിയായി ഭവിക്കാതിരിക്കയില്ല. ഇത് താഴോട്ട് ഇത് മൊത്തം നിങ്ങൾ 47-ാം അധ്യായം ഇതെല്ലാമല്ല ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ദൈവവൈതലേ, അനീതിക്ക് തക്കതായ ന്യായവിധിയുണ്ട്. സ്തോത്രം. ഞാൻ ആ ഭാഗം പറഞ്ഞ് വേഗത്തിൽ നിർത്തുക. ഇനിയും സ്തോത്രം ഇതിന്റെ 18-ാം അധ്യായത്തിന്റെ സ്തോത്രം റെവലേഷൻ ചാപ്റ്റർ 18 അതിന്റെ 9 മുതൽ താഴെയോട്ടുള്ള വാക്യം ഏതാണ്ട് 19 വരെയുള്ള വാക്യം വായിക്കാൻ പോകുകയാണ്. 9 മുതൽ. അവളോടുകൂടെ വേശ്യാസംഗം ചെയ്ത് പുളച്ചിരിക്കുന്ന ഭൂരാജാക്കന്മാർ അവളുടെ പീഡ നിമിത്തം ഭയപ്പെട്ട് ദൂരത്ത് നിന്നുകൊണ്ട് അവളുടെ ദഹനത്തിന്റെ പുക കാണുമ്പോൾ അവളെ ചൊല്ലി കരഞ്ഞും മാറത്തടിച്ചും കൊണ്ട്, അയ്യോ അയ്യോ മഹാനഗരമായ ബാബിലോനെ, ബലമേറിയ പട്ടണമേ, 1 മണിക്കൂർ കൊണ്ട് നിന്റെ ന്യായവിധി വന്നല്ലോ എന്ന് പറയും. ഒരു മിനിറ്റ് നിർത്തണേ. ഇവിടെ ഈ 9-ാം വാക്യം മുതൽ 19-ാം വാക്യം വരെ, 9-ാം വാക്യം മുതൽ 19-ാം വാക്യം വരെ 3 കൂട്ടരെ കാണുന്നുണ്ട്. 3 കൂട്ടര് അയ്യോ അയ്യോ എന്ന് വിലപിക്കുകയാണ്. അതിലൊന്ന് 9-10 വാക്യമോ. 9-10 വാക്യം വായിച്ചേ. അവളോടുകൂടെ വേശ്യാസംഗം ചെയ്ത് പുളച്ചിരിക്കുന്ന ഭൂരാജാക്കന്മാർ. ആരാണ്? ഒരു കൂട്ടർ ഭൂരാജാക്കന്മാർ. 9-10 വാക്യം 3 കൂട്ടരാണ് ഭൂരാജാക്കന്മാർ. അവളുടെ പീഡനിമിത്തം ഭയപ്പെട്ട് ദൂരത്ത് നിന്നുകൊണ്ട് അവളുടെ ദഹനത്തിന്റെ പുക കാണുമ്പോൾ അവളെ ചൊല്ലി കരഞ്ഞും മാറത്തടിച്ചും കൊണ്ട്. അപ്പം ആരാണ്?
ഭൂരാജാക്കന്മാർ. ഇനിയും 11-ാം വാക്യം നോക്കിയേ, 11 മുതലുള്ള വാക്യം നോക്കിയേ. ഭൂമിയിലെ വ്യാപാരികൾ. ഇപ്പൊ അടുത്ത കൂട്ടരാ. 1 ഭൂരാജാക്കന്മാർ, 2 വ്യാപാരികൾ. ഭൂമിയിലെ വ്യാപാരികൾ. പൊന്ന്, വെള്ളി, രത്നം, മുത്ത്, നേരിയ തുണി, ധൂമ്രവസ്ത്രം, പട്ട്, കടുചുവപ്പ്, ചന്ദനത്തരങ്ങൾ. നിങ്ങൾ ചിന്തിച്ചു കൊള്ളണം, വ്യാപാരത്തിൽ ഉൾപ്പെടാത്ത ഏതെങ്കിലും വിഷയം ഇതിനകത്തുണ്ടോ നോക്കിയേ. ലോകത്തിൽ നടക്കുന്ന സർവ ആഡംബര ബിസിനസ്സും സർവ്വതും നിറഞ്ഞതായ ബാബേൽ പട്ടണം, അതുകൊണ്ട് നിഗളിച്ച് അഹങ്കരിച്ചു പോയ ബാബേൽ പട്ടണം, അതിനേതാ ഈ ഉന്മൂലനാശം വരുത്താൻ പോകുകയാണ്. സ്തോത്രം. അപ്പം 1-ാമത്തെ കൂട്ടർ രാജാക്കന്മാർ, 2-ാമത്തെ കൂട്ടർ വ്യാപാരികൾ. ഇനിയും 17, 18, 19 വാക്യം നോക്കിയേ. ഏത് മാലൂമിയും ഓരോ ദിക്കിലേക്ക് കപ്പലേറി പോകുന്ന ഏവനും കപ്പൽക്കാരും കടലിൽ തൊഴിൽ ചെയ്യുന്നവരൊക്കെയും ദൂരത്ത് നിന്ന് അവരുടെ ദഹനത്തിന്റെ പുക കണ്ടു. സ്തോത്രം. എന്നിട്ട് നിലവിളിച്ചു. മഹാനഗരത്തോട് തുല്യമായ നഗരം ഏത് എന്ന് നിലവിളിച്ചു പറഞ്ഞു. സ്തോത്രം. നിങ്ങൾ നോക്കണം, ഇവിടെ ഇപ്പോൾ 3 കൂട്ടരെ നമ്മൾ കണ്ടു. 9, 10 വാക്യം, 11 മുതൽ 16 വരെയുള്ള വാക്യം, 17 മുതൽ 19 വരെയുള്ള വാക്യം. 3 കൂട്ടരാ. ഇവര് 3 കൂട്ടരും ഒരുപോലെ മാറത്തടിച്ച് കരയുകയാണ്. എന്നിട്ട് 3 കൂട്ടരും ഒരുപോലെ പറയുകയാണ്, 1 മണിക്കൂർ കൊണ്ട് നിന്റെ നാശം വന്നുവല്ലോ. എന്നിട്ട് മാറത്തടിച്ച് കരയുകയാണ്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ദൈവമക്കൾ, ഈ 17-ാം അധ്യായം മുഴുവനും നമ്മൾ പഠിച്ചില്ലേ? ഇത്രമാത്രം 17-ാം അധ്യായത്തിൽ അതിന്റെ പതനം വന്നു. 10 രാജാക്കന്മാർ ഒന്നിച്ച് ആ പട്ടണത്തിനെതിരായി നിന്നു, അതിനെ തീയിട്ട് ദഹിപ്പിച്ചു. ആത്മീയമായി പറയുന്ന റോമൻ പട്ടണത്തെ കുറിച്ചാണ് പറയുന്നത്. ഇന്നത്തെ സഭയുടെ നേതാക്കന്മാരിരിക്കുന്ന മ്ലേച്ഛത കൊണ്ട് നിറഞ്ഞ അനേക വിശുദ്ധന്മാരെ കൊന്ന, അനേക ക്രിസ്തുവിന്റെ സാക്ഷികളെ കൊന്ന ആ പട്ടണത്തിന്റെ മ്ലേച്ഛത വന്നിട്ട് ഒരു വ്യക്തി പോലും കരയാനില്ല. എന്നാൽ ഈ 18-ാം അധ്യായത്തിൽ 3 കൂട്ടർ കരയുന്നു. 1 രാജാക്കന്മാർ, 2 വ്യാപാരികൾ, 3 കപ്പൽ യാത്രക്കാർ. എന്തുകൊണ്ട് അവർ കരയുന്നു? എന്തുകൊണ്ട് മറ്റേടത്ത് കരയാൻ ആളില്ല? മറ്റേടത്ത് കരയാൻ ആളില്ലാത്തത് എന്താ? ഒരു പട്ടണത്തിന്റെ നാശം കാണുമ്പോൾ, ഒരു പട്ടണത്തിന്റെ തകർച്ച കാണുമ്പോൾ അല്പമേലും ദുഃഖിക്കുന്നവരാരാണ്? ദൈവമക്കളല്ലേ? ദൈവമക്കൾ ആ സമയത്ത് ഭൂമിയിലില്ല. അവർ ദൈവസന്നിധിയിൽ എടുക്കപ്പെട്ടു. അവർ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നു. അതുകൊണ്ട് അതിന്റെ പതനം കണ്ടിട്ട് കരയുവാൻ ലോകത്തിൽ ആരുമില്ല. എന്നാൽ 18-ാം അധ്യായം ബിസിനസ് കൊണ്ട് തങ്ങളുടെ സ്വന്തം സമ്പത്ത് വർദ്ധിപ്പിച്ചവർ നോക്കണം. അതിന്റെ 9, 10 വാക്യം, ഭൂരാജാക്കന്മാർ അവരുടെ സ്വന്തം അവളുടെ പീഡനിമിത്തം, ആ പട്ടണത്തിന്റെ പീഡനിമിത്തം ഭയപ്പെട്ടു നൂരെ നിന്നുകൊണ്ട് അവളുടെ ദഹനത്തിന്റെ പുക കാണുമ്പോൾ അവളെ ചൊല്ലി കരഞ്ഞും മാറത്തടിച്ചുകൊണ്ട്, അയ്യോ അയ്യോ മഹാനഗരമായ ബാബിലോണേ, ബലമേറിയ പട്ടണമേ, 1 മണിക്കൂർ കൊണ്ട് നിന്റെ ന്യായവിധി വന്നുവല്ലോ എന്ന് പറയും. സ്തോത്രം. അപ്പൊ നന്മ ചോർന്നു പോകുമ്പോൾ കരയുവാൻ രാജാക്കന്മാരുണ്ട്. ബിസിനസ് കുറയുമ്പോൾ, ഇല്ലാതാകുമ്പോൾ കരയാൻ വ്യാപാരികളുണ്ട്. കപ്പലിൽ യാത്ര ചെയ്ത് തുറമുഖമായി കിടക്കുന്ന ഈ പട്ടണം, കപ്പലിന്റെ ഉടയവരും കപ്പലിൽ യാത്ര ചെയ്യുന്നവർ, കപ്പൽ യാത്രക്കാർ, അവരും അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് വാവിട്ട് നിലവിളിക്കുകയാണ്. സ്തോത്രം. ഇന്ന് രാത്രിയിൽ സ്തോത്രം എന്നെ കേൾക്കുന്ന ദൈവവേദനയിലെ സ്തോത്രം, ഏതു വിഷയവും ഇവിടെ നിങ്ങൾ നോക്കണം. ഇവിടെ നടക്കുന്ന ബിസിനസിന്റെ എന്തെല്ലാം ബിസിനസ്സാണ് ഇന്ന് ലോകത്തിൽ, അതെല്ലാം വന്നിട്ടില്ല. 99% വന്നിട്ടുണ്ട്. നിങ്ങളതൊന്നുകൂടെ ഒന്ന് നിർത്തിയൊന്ന് വായിച്ചു നോക്കിക്കേ.
11-ാമത്തെ വാക്യം തൊട്ടൊന്നുകൂടെ വായിക്കണം. ഭൂമിയിലെ വ്യാപാരികൾ പൊന്ന്, വെള്ളി, രത്നം, മുത്ത്, നേരിയ തുണി, ഇതൊക്കെ ആഡംബര വസ്തുവല്ലേ? നേരിയ തുണി, ധൂമ്രവസ്ത്രം, രാജാക്കന്മാർ ഉപയോഗിക്കുന്നല്ലേ? പട്ട്, കടുംചുവപ്പ്, ചന്ദനത്തരങ്ങൾ, ആനക്കൊമ്പുകൊണ്ടുള്ള നോക്കിക്കോണം സകലവിധ നോക്കിയ ഇന്നേക്ക് 2000 ചില്ലുവാനും വർഷങ്ങൾക്ക് മുൻപ് ദൈവവചനത്തിൽ എഴുതിയിരിക്കുകയാണ്. ഇതെല്ലാം നമുക്ക് പ്രവചന പുസ്തകത്തിൽ കാണാൻ പറ്റും. 1000 വർഷങ്ങൾക്ക് മുൻപ് ദൈവം പ്രവചിച്ചിരിക്കുന്നത്. നമ്മുടെ ദൈവം എത്ര മഹാനെന്ന് നോക്കുവീൻ, അവൻ എത്ര ശ്രേഷ്ഠനാണെന്ന് നോക്കുവീൻ, അവൻ എത്ര അധികാരിയാണ്, അവൻ എത്ര നീതിയുള്ളവനാണ്, അവൻ എത്ര പരിശുദ്ധനാണ്. ഈ നല്ല കർത്താവിനെ അറിയുവാൻ, അവനെ ആരാധിപ്പാൻ, അവനെ സ്തുതിപ്പാൻ ഭാഗ്യം ലഭിച്ചത് എത്ര ഭാഗ്യമാണ്. എന്നിട്ട് വിലയേറിയ മരവും പിച്ചിളയും ഇരുമ്പും മർമ്മര കല്ലുകൊണ്ടുള്ള ഓരോ സാമാനം, ലവംഗം, ഏലം, ധൂപവർക്കം, മൂറ്, കുന്തുരുക്കം, വീഞ്ഞ്, എണ്ണ, നേരിയ മാവ്, ഗോതമ്പ്, കന്നുകാലി, ആട്, കുതിര, രഥം, മനുഷ്യദേഹം. മാർക്കറ്റിൽ മനുഷ്യദേഹം വെച്ച് വിൽക്കും. ഇപ്പൊ നമുക്ക് വിൽക്കുന്നുണ്ടല്ലോ, നമുക്കറിയാം. ഹാർട്ട് മാറ്റി വെക്കുന്നു, ലിവർ മാറ്റി വെക്കുന്നു, ഇതെല്ലാം കിഡ്നി മാറ്റി വെക്കുന്നു. മനുഷ്യ ശരീരത്തിലെ അവയവങ്ങൾ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് ഇത് വ്യാപാരം, ഇത് മാർക്കറ്റിൽ വരുമെന്ന് സർവശക്തനായ ദൈവം മുന്നമേ അറിയിച്ചിരിക്കുന്നു. എന്നിട്ട് നോക്കി അടുത്തോട് നോക്കിയേ, മനുഷ്യദേഹം, മനുഷ്യപ്രാണൻ, മനുഷ്യപ്രാണൻ, ജീവൻ മാർക്കറ്റിൽ വിൽക്കുമെന്ന്. പിന്നെ എന്നീ ചരക്ക് ഇനി ആരും വാങ്ങായികയാൽ അവളെ ചൊല്ലി കരഞ്ഞു ദുഃഖിക്കുന്നു. നീ കൊതിച്ച കായികനിയും നിന്നെ വിട്ടുപോയി. സ്വാദും ശോഭയും ഉള്ളതല്ല. സ്വാദെന്ന് പറഞ്ഞാൽ സ്വത്രം ജഡവും കൺമോഹവും, ജഡമോഹവും കൺമോഹവും ഉള്ളതെല്ലാം എന്ത് ചെയ്തു? ഇല്ലാതെയായി. പാപം 3 ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. അതാണ് നീ കൊതിച്ച കായികനിയും നിന്നെ വിട്ടുപോയി. സ്വാദും ശോഭയുമുള്ളതെല്ലാം, കണ്ണിന് ഇമ്പമുള്ളതെല്ലാം, വായിക്ക് രുചിയുള്ളതെല്ലാം, നീ ആഗ്രഹിച്ചത് സ്വത്രം ഇതെല്ലാം എന്ത് ചെയ്തു? നിനക്ക് ഇല്ലാതെയായി. നീ ഇനി അവയെ ഒരിക്കലും കാണുകയില്ല. ഈ വക കൊണ്ട് വ്യാപാരം ചെയ്ത് അവയാൽ സമ്പന്നരായ അവൾക്കുള്ള പീഡ ഭയപ്പെട്ട് ദൂരത്ത് നിന്ന് അയ്യോ അയ്യോ മഹാനഗരമേ, നേരിയ തുണിയും ധൂമ്രവർണ്ണവും കടും ചുവപ്പും ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞ, വെറുതെയല്ല ദൈവമക്കൾ ഇത് ഉപേക്ഷിക്കുന്നത്. നാം ക്രിസ്തുവിന്റെ മണവാട്ടിയാണ്, അതുകൊണ്ടാണ് നാം അത് ഉപേക്ഷിക്കുന്നത്. പരിശുദ്ധാത്മാവ് ആവർത്തിച്ചെഴുതി, നീ ദൈവത്തിന്റെ മന്ദിരമാണ്, നിന്റെ ശരീരം ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ്. നോക്കണം ആ വാക്ക് എടുത്തൊന്നുകൂടെ നോക്കിയേ. അയ്യോ മഹാനഗരമേ, നേരിയ തുണിയും അയ്യോ അയ്യോ മഹാനഗരമേ, ധൂമ്രവർണ്ണവും കടും ചുവപ്പും ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളെ, നീ വലിയ സമ്പത്ത് ഇത്ര വലിയ സമ്പത്ത് 1 മണിക്കൂർ നശിച്ചു പോയി. ദൈവസഭയിലൊക്കെ വരുമ്പോൾ അതുകൊണ്ടാണ് തീരെ കുറഞ്ഞത്. നിങ്ങളാ ലാഭോളം എത്രയോ തുണി നമുക്ക് ഡ്രസ്സുണ്ട്. നീ ദൈവസന്നിധിയിൽ ഒരു വെള്ള വസ്ത്രം, ദൈവസന്നിധിയിലെങ്കിലും ഒരു വെള്ള വസ്ത്രം ധരിച്ചു ചെല്ലുന്നത് അത് ഭൂഷണമാണ്. കടും ചുവപ്പും ധരിച്ചുകൊണ്ട് മഹതിയാം മ്ലേച്ഛതയുടെ മാതാവായിട്ടല്ല നാം ദൈവസന്നിധി ചെല്ലുന്നത്, ഒരു വിശുദ്ധ ദൈവവൈതലായിട്ടാണ് ചെല്ലുന്നത്. സ്തോത്രം. നോക്കണം, പൊന്നും രത്നവും അണിഞ്ഞവളെ, ഇത്ര വലിയ സമ്പത്ത് 1 മണിക്കൂർ കൊണ്ട് നിനക്ക് നശിച്ചു പോയല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞും ദുഃഖിക്കും. സ്തോത്രം. അടുത്തത് കപ്പൽ യാത്ര ചെയ്യുന്നവരാണ്. സ്തോത്രം. ഇത് കഴിഞ്ഞിട്ടാണ് 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സ്വർഗമേ വിശുദ്ധന്മാരും, അപ്പം നമ്മൾ ആരാ? നമ്മൾ എവിടാണെന്ന് നോക്കണം. വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമായുള്ളവര്. അപ്പൊ അവരെവിടാ? സ്വർഗത്തിലാണ്. സ്വർഗമേ എന്ന് വിളിച്ചിട്ട് വിശുദ്ധന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരുമായുള്ളവരെ
ദൈവം അവളോടെന്ന് പറഞ്ഞ ആ പട്ടണത്തോട് അവളോട് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ രക്തത്തിനു വേണ്ടി, നിങ്ങളെ കൂട്ടക്കൊല ചെയ്ത നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം നടത്തിയത് കൊണ്ട് അവളെ ചൊല്ലി ആനന്ദിപ്പീൻ. സ്തോത്രം. നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം അടയ്ക്കാം. ഇന്ന് രാത്രിയിൽ നമ്മെ സമർപ്പിക്കാം. ദൈവവചനം പഠിക്കുമ്പോൾ നാം അനേക റെഫറൻസ് വായിച്ചും ഒക്കെ പഠിക്കണം. സാധാരണ പ്രസംഗം പോലെ നമുക്കൊരു ചൈതന്യം തോന്നിയെന്ന് വരത്തില്ല. എന്നാൽ ഇതെല്ലാം നാം അറിഞ്ഞിരിക്കണം. സ്തോത്രം. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മൾ വമ്പ് പറയുന്നവരായി തീരരുത്, നമ്മളിൽ തന്നെ പുകരുന്നവരായി തീരരുത്. ദൈവവേദിലെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഇവരുടെ പാപം നോക്കണം. അവളുടെ പാപം സ്വർഗത്തോളം കുന്നിച്ചു. അവൾ തന്നെത്താൻ മഹത്വപ്പെടുത്തി. സ്തോത്രം. അവൾ വമ്പ് പറയുന്നവളായി തീർന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലം കർത്താവേ, എന്റെ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഇന്നു മുതൽ പ്രാർത്ഥിക്കുവാൻ, അവിടെയുള്ള അന്യ ആരാധന നീങ്ങിപ്പോകുവാൻ തക്കവണ്ണം നിന്റെ ശക്തി അയക്കണമേ. നിന്റെ ആത്മാവിനെ അയച്ചതിനെ ഉടച്ചു കളയണമേ. നിനക്ക് സർവ്വതും കഴിയുമല്ലോ. നമുക്കറിയാം, ഗിദെയോന്റെ അപ്പൻ വെച്ചുകൊണ്ടിരുന്ന വെച്ചുപൂജ, അതിനെ ആ ഗിദെയോൻ മുഖാന്തരം വെട്ടിക്കളഞ്ഞ് അശേരെ പ്രതിഷ്ഠയെ വെട്ടി ആ ദുർഗത്തിന്മേൽ ദൈവത്തിന് യാഗപീഠം പണിഞ്ഞു. ബാലിന്റെ വിഗ്രഹങ്ങളെ ഉടച്ചു കളഞ്ഞു. ദൈവത്തിലെ നമ്മുടെ നാട് സ്തോത്രം വിഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ദൈവാലയങ്ങളിൽ എന്ന് പറയുന്ന ദൈവാലയങ്ങളിൽ പോലും വിഗ്രഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവിടെയും കോഴിയെ വെട്ടുന്നതും സ്തോത്രം തുലാഭാരം നടത്തുന്നതും ആനെ എഴുന്നള്ളിക്കുന്നതും മ്ലേച്ഛമായ അനുഭവത്തിൽ, അതിനിടയ്ക്ക് മനുഷ്യനെ ചതിക്കുവാൻ ബാബിലോണ്യ മതമായി യേശുവേ എന്ന വാക്കൊക്കെ ഉച്ചരിക്കുന്നുണ്ട്. പക്ഷെ ചതിച്ച് നമ്മെ അതിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇന്ന് രാത്രി നമുക്ക് ഒരു തീരുമാനമെടുക്കാം. ഇന്നു മുതൽ ഞാൻ എന്റെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, എന്റെ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, എന്റെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവമേ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന എന്റെ രാജ്യത്തോട് മനസ്സലിഞ്ഞ് നീ ഒരു കാറ്റടിപ്പിച്ച് ആ മലിനതയെ മാറ്റണമേ. ദൈവം ഒരു അത്ഭുതം ചെയ്യണമേ. അത് നിമിത്തം അവിടെ സ്തോത്രം കുഞ്ഞുങ്ങളെന്നില്ല, പ്രായമുള്ളവെന്നില്ല, ഈ അന്ധകാര ശക്തി ജീവിതങ്ങളെ വ്യാപരിച്ച് പീഡനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മ്ലേച്ഛമായത് ബോംബ് വെച്ച് കെട്ടിയും മറ്റും ജനത്തെ മുടിക്കുന്ന ഉഗ്രന്മാരായിട്ടുള്ള തീവ്രവാദികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. രാഷ്ട്രീയത്തെയും മ്ലേച്ഛത കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ കണ്ണുകളെ അടച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. കർത്താവേ, എന്റെ ദേശത്തോട് മനസ്സലിയണമേ. എന്റെ ദേശത്തെ ഒരു അന്യാരാധനയോ ഒരു അന്യദേവന്റെ ശബ്ദമോ കേൾക്കാൻ അനുവദിക്കാതെ അതിനെയെല്ലാം നീ ഉന്മൂലനാശം വരുത്തണമേ. അതിനെയെല്ലാം നീ ഉടച്ചു കളയണമേ. ദൈവത്തിലെ നീ ഉൾമുറിയിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. ദൈവം തന്റെ ശക്തി അയച്ച് അതിനെ ഉടച്ചു കളയും. ഇന്ന് രാത്രി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. മഹിദിയാം ബാബിലോൺ. സ്തോത്രം, സ്തോത്രം. വ്യാപാരികളെ ഓർത്ത് ദുഃഖിക്കുന്നു, രാജാക്കന്മാർ അതിനെ ഓർത്ത് ദുഃഖിക്കുന്നു, കപ്പലിൽ യാത്ര ചെയ്യുന്ന തുറമുഖത്തിലുള്ളവർ അതിനെ ഓർത്ത് ദുഃഖിക്കുന്നു. എല്ലാ ആഡംബരം കൊണ്ട് നിറഞ്ഞവൾ ഒറ്റ മണിക്കൂർ കൊണ്ടെന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ സമയം കൊണ്ട് അത് പൂർണ്ണമായി ഉന്മൂലനാശം വന്നു. ദൈവം എത്ര ഓർഡറായി ചന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. 6-ാം അധ്യായത്തിൽ തുടങ്ങുന്ന ന്യായവിധി, സ്തോത്രം, ആദ്യം മൂന്നിലൊന്ന് വീതം ദൈവം നീക്കി. എന്നിട്ട് ജനത്തോട് പറഞ്ഞു, നീ മാനസാന്തരപ്പെടാൻ പറഞ്ഞു. എന്നിട്ട് ജനത്തെ മുദ്രയിട്ടു. വീണ്ടും എന്ത് ചെയ്തു? കാഹളമൂതാൻ തുടങ്ങി. സ്തോത്രം. ഈ സ്തോത്രം ജനത്തിന് വലിയ വ്യാധി അയച്ചു, വലിയ ദുർവ്രണങ്ങൾ അയച്ചു, വലിയ പ്രതികൂലങ്ങൾ, ഭൂകമ്പം അയച്ചു. എന്നിട്ട് പറഞ്ഞു ജനത്തോട് മാനസാന്തരപ്പെടാൻ പറഞ്ഞു. വീണ്ടും ദൈവം ക്രോധകലശമയച്ചു. ക്രോധകലശമയച്ച് ഭൂമിയിലും സ്തോത്രം സമുദ്രത്തിലും, സമുദ്രത്തിലെ ലോകത്തിലുള്ള സർവ്വസമുദ്രത്തിലെയും വെള്ളം മരിച്ചവന്റെ രക്തം പോലെയായി. ദൈവം ന്യായവിധി അയച്ചു കൊണ്ടുവരികയാണ്. ഭൂമിയെ ന്യായം വിധിച്ചു. അതിന്റെ പാപം വലുതായിരുന്നു. സമുദ്രത്തെ ന്യായം വിധിച്ചു. സ്തോത്രം. ഇവിടെയെല്ലാം വിശുദ്ധന്മാരുടെയും അപ്പോസ്തലന്മാരുടെയും അഭിഷക്തന്മാരുടെ രക്തം കുടിച്ചതാണ്. നീരുറവയുടെ മേൽ ന്യായം വിധിച്ചു. ആകാശത്തിന്മേൽ ന്യായം വിധിച്ചു. എതിർ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്മേൽ, അവന്റെ സിംഹാസനത്തിന്മേൽ ന്യായം വിധിച്ചു. ഒടുവിൽ ആകാശത്ത് അവന്റെ ക്രോധകലശം വിധിച്ചു.
അതും കഴിഞ്ഞിട്ട് സ്വത്രം ഈ ദേശത്തെ മുഴുവനും മുടിച്ച സകല ലോകത്തെയും മുടിച്ചുകൊണ്ടിരിക്കുന്ന പിശാചും സാത്താനും എന്ന പല പാപാകുന്ന ആ സാത്താന്റെ സിംഹാസനമിരിക്കുന്ന അവിടെ നിന്ന് ബാബേൽ ആ അന്യമതം, ആ മ്ലേച്ഛ മതത്തെ ന്യായം വിധിച്ചു. എന്നിട്ട് അതിന്റെ പ്രതാപത്തിലിരിക്കുന്ന, വാണിജ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന, ലോകത്തിലെ സകല വ്യാപാരികളെയും ആകർഷിക്കുന്ന ആ ബാബേൽ കോട്ട, ആ ബാബേൽ പട്ടണത്തെ ദൈവം ന്യായം വിധിച്ചു. ഇനിയും നമുക്കറിയാം 19-ാം അധ്യായത്തിൽ വരുമ്പോൾ നാം വായിക്കുന്നു, ഇതാ കുഞ്ഞാന്റെ കല്യാണം വന്നിരിക്കുന്നു, തന്റെ കാന്തയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു, അവൾക്ക് ശുഭ്രവും വസ്ത്രം ലഭിച്ചിരിക്കുന്നു. അത് വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തി തന്നെ. എത്ര മനോഹരമായി, എത്ര ഓർഡറായി, എത്ര ചന്തമായി, എത്ര ക്രമമായി സർവശക്തൻ ന്യായവിധി നടത്തി. സർവശക്തൻ തന്റെ കുഞ്ഞുങ്ങളെ വേദനിപ്പിച്ച ഓരോന്നിനെയും കണക്കു പറഞ്ഞ് ന്യായവിധി നടത്തി, തന്റെ മഹത്വം വെളിപ്പെടുത്തി. അങ്ങനെയാണെങ്കിൽ ദൈവവേദനേ, നിന്നെ നിസ്സാരമായി വേദനിപ്പിക്കുന്ന ഒരു വ്യക്തിയെ പോലും ദൈവം അവന് പാപബോധം ഉണ്ടാകുവാൻ ദൈവം ഇടപെടും. നീ ന്യായം വിധിക്കണ്ട, നീ അവനെ ശപിക്കണ്ട. ദൈവം കാണുന്നു. നമ്മുടെ ദൈവത്തിന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ദൈവത്തെങ്കിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ പൂർണ്ണ ഹൃദയത്തോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.